ഇത് വളരെ അവിചാരിതമായിട്ടുള്ളൊരു ക്ലാസ്സാണ് കേട്ടോ. ക്ലാസ് എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുള്ള ആളല്ല ഞാൻ. അതുകൊണ്ട് ഏത് വിഷയത്തിനെ കുറിച്ചിട്ട് സംസാരിക്കണം എന്നുള്ളത് ഇവിടെ നമ്മളുടെ മാനേജേഴ്സായിട്ട് സംസാരിച്ചപ്പോൾ ഏറ്റവും ആളുകൾ ഇവിടെ ആവശ്യപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ഇവിടെ പേഷ്യൻസ് വന്നാലും അതുപോലെ കസ്റ്റമർ കെയറിലെ ആൾക്കാർ അവർക്ക് വരുന്ന ക്വറീസും ഏതിനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ക്വറീസ് വരുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാം എന്നുള്ള ഇതാണ് നമ്മൾ എത്തിയിട്ടുള്ള ഒരു എന്താ പറയുക, ആ ഒരു ചിന്താഗതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും ഉള്ള ഏതെങ്കിലും ആൾക്കുള്ള ഒരു അസുഖം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേർക്കുള്ള ഒരു അസുഖം എന്നുള്ള ചർച്ച വന്നപ്പോൾ ഏതാണെന്നുള്ളത് വന്നപ്പോഴാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മതി. ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ തന്നെ നമ്മുടെ കേരളം ഇപ്പോൾ ഒന്നാമത്തെ സ്ഥാനം കൈവരിച്ചിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ. ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏറ്റവും കൂടുതലുള്ളത് ഭാരതത്തിലാണ്. അതിൽ തന്നെ അതിൻ്റെ തലസ്ഥാനം കേരളമാണ്. അത് ഡോക്ടേഴ്സ് ഒഴിച്ച് വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഏത് അസുഖമെന്ന്? ഡയബറ്റിസ്. അപ്പോൾ പ്രമേഹ രോഗികളില്ലാത്ത ഒരാളെങ്കിലും 5 പേരുള്ള ഒരു വീട്ടിൽ, അച്ഛനും അമ്മയും ഒക്കെ ഉള്ള ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഡയബറ്റിസ് ഇല്ലാത്ത ഒരു വീട് ഇല്ല ഇപ്പോൾ കേരളത്തിലില്ല. അത് മാത്രമല്ല, അതിൻ്റെ തമാശ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റിസ് ആണെന്നുള്ളത് അറിയുന്നില്ല പല ആൾക്കാരും. അത് ശരിയായ രീതിയിൽ ഡയബറ്റിസ് സ്റ്റേജിലേക്ക്, അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് നമുക്ക് പ്രമേഹം ഉണ്ടായിരുന്നു, നമ്മളതിൻ്റെ പ്രാരംഭ ദശയിലായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ 1 മണിക്കൂർ ചെലവഴിക്കാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 2 പെർസ്പെക്റ്റീവിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഒന്ന് തികച്ചും ആയുർവേദ പെർസ്പെക്റ്റീവിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ചിന്താഗതിയിൽ പ്രമേഹത്തിന് ഈ ലോകത്തിന് തന്നെ മോഡേൺ സയൻസിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഏതാണ് ഏറ്റവും മികച്ചത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഇൻസുലിൻ കണ്ടുപിടിച്ചതാണെന്ന്. സത്യമല്ലേ? പണ്ടുണ്ടായിരുന്നു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ട്. അതായത് പ്രമേഹം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു മോഡേൺ സയൻസിൻ്റെ, ഞാനൊരു സയൻറ്റിസ്റ്റാണ്, ഞാനൊരു ആയുർവേദ ഡോക്ടറല്ല, ആയുർവേദവും സിദ്ധവൈദ്യവും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഞാൻ. അപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഒരു മോഡേൺ സയൻസിൻ്റെ പെർസ്പെക്റ്റീവിലാണ്. ആയുർവേദ പെർസ്പെക്റ്റീവിൽ നമുക്ക് അവസാനം നമ്മുടെ സമയം അനുസരിച്ചിട്ട് സംസാരിക്കാം. മാത്രമല്ല ഈ സംസാരത്തിൻ്റെ ഇടയിൽ നമുക്ക് ആയുർവേദത്തിനെ കുറിച്ചിട്ട്, ആയുർവേദത്തിൽ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് സംസാരിച്ചു പോവാം. അപ്പോൾ മുൻപേ തയ്യാറെടുക്കാത്ത ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ കൃത്യമായൊരു ചിട്ടയിലല്ല പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വരുന്നത് പറഞ്ഞു പോകാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ പ്രമേഹം എന്നുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും പ്രമേഹ രോഗികളാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ഒരു പ്രാരംഭ സ്റ്റേജിലാണോ നിങ്ങൾ എന്നറിയാൻ വേണ്ടി എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന്. അതായത് ഡോക്ടേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ളവരെയാണ് കേട്ടോ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. അതിനുള്ള ഏറ്റവും നല്ല മെത്തേഡ്സ് എന്താണെന്നുള്ളതാണ്. പലതരം പ്രമേഹങ്ങളുണ്ട്, ചുരുക്കി പറയുകയാണ് കേട്ടോ. പ്രമേഹങ്ങൾ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 3 ഉണ്ട്, അങ്ങനെ പലതരം പ്രമേഹങ്ങളുണ്ട്. പ്രധാനമായിട്ട് ടൈപ്പ് 1ഉം ടൈപ്പ് 2 ആണ് പ്രമേഹങ്ങളുള്ളത്. അതിൽ തന്നെ ടൈപ്പ് 1 പ്രമേഹം എന്ന് പറഞ്ഞ ഒരു 10% തൊട്ട് 20% പേർക്ക് വരെ മാക്സിമം ലോകത്തിലുള്ളൂ. അത് ആ പ്രമേഹത്തിന് ഇൻസുലിൻ ഇല്ലാതെ പറ്റില്ല. അതായത് നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ ഇല്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുന്നത്. അത് മിക്കവാറും ചിലർക്ക് ജന്മനാലായിരിക്കും, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആൾക്കാർ ടൈപ്പ് 1 ഡയബറ്റിസ് ആയിട്ട് മാറാറുണ്ട്. പണ്ട് കാലത്തും ഇത് ഉണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള മെത്തഡോളജി ഇല്ലാത്തത് കൊണ്ട് അവർ പ്രമേഹമായിട്ടാണ്, ടൈപ്പ് 1 ഡയബറ്റിസ് ആയിട്ടാണ് അവർ മരിക്കുന്നതെന്ന് മനസ്സിലാക്കിയില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുണ്ടായിരുന്നു അവിടെ. അപ്പം അതുകൊണ്ട് ടൈപ്പ് 1 ഡയബറ്റീസിനെ കുറിച്ചിട്ട് നമ്മൾ അധികം പറയുന്നില്ല. നമ്മളിപ്പോൾ മെയിനായിട്ട് ഇതിന് ഊന്നൽ കൊടുക്കുന്നത് ടൈപ്പ് 2 ഡയബറ്റീസിനാണ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്താണെന്നുള്ളതും അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, നിങ്ങളിൽ പലർക്കും നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾ പലരും ഈ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ പ്രാരംഭ ദശയിലാണ് എന്നുള്ളത് അറിയാം. എങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പം മനസ്സിലാക്കിയാൽ നമുക്ക് അതിനെ തടയാൻ പറ്റും. അത്തരം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും ഉപകാരമുള്ള ചില കാര്യങ്ങളാണ് അതൊക്കെ, അത് സംസാരിക്കാം. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 50% ആളുകൾക്കും അറിയാം അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് വരുന്നതാണെന്ന്. അത് ഇൻസുലിൻ ഇല്ലായ്മയല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് വരുന്നതാണെന്ന്. ഇപ്പം നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, പ്രതിരോധം എന്നാണ് റെസിസ്റ്റൻസിൻ്റെ അർത്ഥം. അപ്പം എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്?
അപ്പൊ എല്ലാവർക്കും അറിയാലോ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം കഴിക്കണം, നമുക്ക് എനർജിക്ക് വേണ്ടി എന്ത് വേണം? ഗ്ലൂക്കോസ് വേണം. ഈ ഗ്ലൂക്കോസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗ്ലൂക്കോസിനെ ശരീരത്തിന്റെ ഉള്ളിൽ ഉപയോഗിച്ചാൽ മാത്രമാണ് അത് എനർജി ആയിട്ട് മാറി നമുക്ക് ഓടിച്ചാടിയൊക്കെ നടക്കാൻ പറ്റുള്ളൂ, അല്ലേ? ആ എനർജി വേണമെങ്കിൽ ഗ്ലൂക്കോസ് വേണം. ഈ ഗ്ലൂക്കോസ് എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലെ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ആണ് ഈ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത്. ഈ ഗ്ലൂക്കോസിനെ ദഹിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ, സെല്ലുകളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ എന്ത് വേണം? ഇൻസുലിൻ വേണം. അപ്പൊ ഇൻസുലിൻ എന്ന ഹോർമോണാണ് ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ ശരീരത്തിലേക്ക് ഉപയോഗിക്കാൻ പ്രാപ്തമാക്കുന്നത്. അപ്പൊ ഈ ഇൻസുലിൻ കോശങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ നോക്കുമ്പോൾ, അതായത് ഈ ഗ്ലൂക്കോസിനെ കോശങ്ങളുടെ ഉള്ളിലേക്ക് ആര് കയറ്റണം? ഇൻസുലിൻ കയറ്റണം. ഇത് കയറ്റാൻ നോക്കുമ്പോൾ ഈ കോശങ്ങളുടെ വാള് അതിന് സമ്മതിക്കുന്നില്ല, റെസിസ്റ്റ് ചെയ്യാണ്. അതിനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഉള്ളിലേക്ക് കയറുന്നില്ല. ചില കുട്ടികളില്ലേ, എൻ്റെ മോനൊക്കെ അങ്ങനെയായിരുന്നു, ചോറ് ഉണ്ടെങ്കിൽ വരുമ്പോൾ പായടയ്ക്കും, തുറക്കില്ല. ഈ ചോറ് അകത്തേക്ക് ചെന്നാലാണല്ലോ, ഭക്ഷണം അകത്തേക്ക് ചെന്നാലാണല്ലോ നമുക്ക് ഗ്ലൂക്കോസ് അകത്തേക്ക് എനർജി ഉണ്ടാവുള്ളൂ. ഇത് കുഞ്ഞിന് മനസ്സിലാവില്ലല്ലോ, ഈ കോശത്തിന് അതറിയില്ല. നമ്മുടെ കോശം അതുപോലത്തെ ഒരു കുട്ടിയാണ്, വാശി പിടിക്കുകയാണ്. അതായത് ഗ്ലൂക്കോസിനെ കൊണ്ട് അകത്തേക്ക് ചെല്ലാൻ നിൽക്കുമ്പോൾ നമ്മുടെ കോശം വായടച്ചു, സെല്ലിന്റെ വാളില് വായടച്ചു, അകത്തേക്ക് ഗ്ലൂക്കോസിനെ കയറ്റാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഇൻസുലിൻ എന്ത് ചെയ്യും? അതിനൊന്നും ചെയ്യാനില്ല, ഇൻസുലിൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ കുറവായതുകൊണ്ടല്ല ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവുന്നത്, മറിച്ച് ഈ ഇൻസുലിന് ഗ്ലൂക്കോസിനെ അകത്ത്, ഇതൊരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം ആണെന്ന് നമ്മൾ വിചാരിക്കണം. മനസ്സിലായില്ലേ? ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് ജസ്റ്റ് കീ ആണ്. ഈ കീ വന്ന് തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല, ലോക്ക് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അകത്തേക്ക് ഗ്ലൂക്കോസ് കയറുന്നില്ല. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഈ ടൈപ്പ് 2 ഡയബറ്റീസിന് കാരണം. അങ്ങനെ വരുമ്പോൾ എന്താണ്? കോശങ്ങളിലേക്ക് ആവശ്യത്തിന് ഗ്ലൂക്കോസ് എത്തുന്നില്ല, നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നു. ഗ്ലൂക്കോസ് ഇവിടെ കിടക്കുകയാണ് ബ്ലഡിൽ. അപ്പോൾ ബ്ലഡിൽ നോക്കുമ്പോൾ ഗ്ലൂക്കോസ് ഇങ്ങനെ എപ്പോഴും കൂടി നിൽക്കും. അപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? നോർമൽ ലെവലിനെക്കാട്ടും ഗ്ലൂക്കോസ് കൂടി നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് പറയും? അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണിക്കും. നമുക്ക് ക്ഷീണം വരുന്നു, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നു, അങ്ങനെയൊക്കെ പല ലക്ഷണങ്ങൾ നമ്മളുടെ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡോക്ടറെ കാണും. ഡോക്ടർ എന്ത് പറയും? പോയി ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറയും. അവർക്കറിയാം, ചെക്ക് ചെയ്യാണ്ട് തന്നെ ഡോക്ടേഴ്സിന് അറിയാം ഏതാ സംഭവം എന്ന്. എന്നാൽ ഇപ്പോഴത്തെ ലോകത്ത് അങ്ങനെയല്ല, എല്ലാത്തിനും തെളിവ് സഹിതം പേപ്പേഴ്സ് കാണിക്കണം. അപ്പോൾ പോയി ടെസ്റ്റ് ചെയ്യും, വരുമ്പോൾ ഷുഗർ ലെവൽ കയറിയിട്ടുണ്ടായിരിക്കും. അതിനെയാണ് സാധാരണഗതിയിൽ ഇന്നുള്ള ഡയബറ്റീസിൽ 90% ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അടുത്തത്, അത് വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ, 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോവാം. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇത് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഇത് മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായിണ്ടല്ലോ ഇപ്പൊ പറഞ്ഞത്? ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇപ്പോഴത്തെ ഡയബറ്റിക്സ് അല്ലെങ്കിൽ പ്രമേഹത്തിന് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഇപ്പൊ നമുക്കൊക്കെ അറിയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയാം? ബ്ലഡ് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ ലെവൽ കൂടിയിട്ടുണ്ട്. അതറിയണതിന് മുമ്പേ തന്നെ നമുക്ക് ആ ഒരു കണ്ടീഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ എന്നുള്ളത് എങ്ങനെ അറിയാമെന്നറിയൂ? വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ടെക്നിക്ക് കൊണ്ട് അറിയാം. അത് വളരെ സിമ്പിളാണ്. ഇപ്പൊ ഇവിടെ എല്ലാവരുടെ കയ്യിൽ ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ അളന്നു നോക്കിയാൽ മതി. സ്വന്തം വയറൊന്ന് അളന്നു നോക്കുക. സ്വന്തം വയർ അളന്നു നോക്കുമ്പോൾ സ്ത്രീകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടോ, വയറുള്ള സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേകം ശ്രദ്ധിച്ചോ. വയറുള്ള പുരുഷന്മാരാണെങ്കിൽ അവരുടെ ആ വയറിന് ചുറ്റും അളക്കുമ്പോൾ ഒരു 90 സെന്റിമീറ്ററിൽ കൂടുതൽ വന്നാൽ, അതായത് ഒരു 35 ഇഞ്ചല്ലേ, അത് 34-35 ഇഞ്ചിന് കൂടുതൽ വന്നാൽ അവര് പ്രീ ഡയബറ്റിക് കണ്ടീഷനിലാണ്. അതായത് അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറയാതെ തന്നെ നമുക്കറിയാം. സ്ത്രീകളാണെങ്കിൽ അത് 80-ന് മുകളിൽ പോയാൽ ഉറപ്പായിട്ടും ഓക്കെയാണ്. അപ്പൊ ടെസ്റ്റ് ഇന്ന് തന്നെ പോയി അളന്നു നോക്കുക. നമ്മുടെ വയറിന്റെ ഈ ഭാഗം അതറിയാലോ, വേസ്റ്റ്, ഈ വേസ്റ്റ് ലൈൻ നമ്മൾ അളന്നു നോക്കണം. അളന്നു നോക്കിയിട്ട് ഇത് 80-ന് മുകളിലാണെങ്കിൽ, സ്ത്രീകളാണ് ഇവിടെ കൂടുതൽ, 80-ന് മുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഫാറ്റി ലിവർ എങ്ങനെയാണ് വരുന്നത്? ഇതിങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ. ഈ ഗ്ലൂക്കോസ് ഉപയോഗിക്കാണ്ട് കിട്ടുന്ന ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കിടക്കുമ്പോൾ നമ്മൾ ലിവർ എന്ത് ചെയ്യും? ഇതിനൊക്കെ എടുത്ത് അവിടെ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ വെക്കും. അപ്പൊ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് നമ്മുടെ വയറിന്റെ വ്യാസം അളക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ എല്ലാവരും ഇന്ന് പോയിട്ട് വയറിന്റെ വ്യാസം അളക്കണം. വീട്ടിലുള്ള അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പിടിച്ച് അളന്ന് നോക്കുക.
എന്നിട്ട് അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടോ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇനിയിപ്പോൾ നിങ്ങൾക്കത് ക്ലിനിക്കലി അത് നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യണമെങ്കിൽ അപ്പം തന്നെ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. 99% ഉറപ്പായി. ലീൻ ഡയബറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒരു ഡയബറ്റിസ് ഉണ്ട്. അത് മെലിഞ്ഞിരിക്കും, അതിൽ വേറെ മെക്കാനിസം ആണ് നടക്കുന്നത്. അത് വളരെ കുറച്ച് പേരുള്ളൂ. വളരെ മെലിഞ്ഞ ആളുകൾ, വയറൊക്കെ ഒട്ടിയിരിക്കുന്ന ആളുകൾക്ക് ഡയബറ്റിസ് വരുന്നത് അതൊരു 10 to 15% ഉള്ളൂ. ബാക്കി മുഴുവനും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് വരുന്ന ഇപ്പോഴത്തെ ഡയബറ്റിസ് ഒക്കെ തന്നെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് വരുന്നത്. ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കാലക്രമേണ ഫാറ്റി ലിവർ ഉണ്ടാവും. ഫാറ്റി ലിവർ കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അല്ലേ. ഫാറ്റി ലിവർ ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം അതിൻ്റെ അപ്പുറത്തേക്ക് എന്തൊക്കെ സംഭവിക്കും അറിയാം. അപ്പോൾ ഇതുകൊണ്ടാണ് ഡയബറ്റിസ്, ഷുഗർ ലെവൽ കൂടി നിന്നാൽ ഓരോരോ അവയവങ്ങളായിട്ട് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഷുഗർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണ്, ഓരോരോ അവയവങ്ങളായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ബ്ലഡ് റിപ്പോർട്ട് നോക്കാനറിയോ? ഷുഗർ ടെസ്റ്റ് ചെയ്ത് വന്നു, അച്ഛൻ്റെയോ അമ്മയുടെയോ നിങ്ങളുടെയൊക്കെ ഷുഗർ ടെസ്റ്റ് ചെയ്ത് വന്നു, എല്ലാവർക്കും അറിയോ? റീഡ് ചെയ്യാൻ അതിൻ്റെ ബേസിക് ലെവൽസ് എത്രയാണ്, എത്ര ആണ് ഹൈ, എന്താണ് HbA1c എന്നറിയോ? അറിയാത്ത കാര്യങ്ങൾ പറയാമെന്ന് വെച്ചിട്ടാ. HbA1c എന്ന് കാണും. അച്ഛൻ്റെ അമ്മയുടെയോ നിങ്ങളുടെയൊക്കെ ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ HbA1c എന്താണെന്ന് അറിയോ? അറിയെങ്കിൽ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ. അറിയോ HbA1c? HB എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും. ഹീമോഗ്ലോബിൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ ഹീമോഗ്ലോബിൻ എന്നുള്ളത്, ഹീം എന്ന് പറഞ്ഞാൽ അയൺ എന്നാണ് അർത്ഥം. ലാറ്റിൻ വേർഡാണ് അയണിന്റെ ഹീം. ഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. അപ്പൊ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഒരു അയണും പ്രോട്ടീനും ചേർന്നതാണ് ഹീമോഗ്ലോബിൻ. അപ്പൊ അതിന്റെ കൂടെ A1c എന്നുള്ളൊരു പദം കൂടി നമുക്ക് കാണാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ ഹീമോഗ്ലോബിൻ ആണല്ലോ ബ്ലഡിൽ റെഡ് കളർ കൊടുക്കുന്നത്. ഹീമോഗ്ലോബിൻ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട് നമ്മുടെ രക്തത്തിൽ. അതില് രക്തത്തിന് ഈ ചുമന്ന രക്താണുക്കൾക്ക് ആ കളർ കൊടുക്കുന്നത് ഈ ഹീമോഗ്ലോബിൻ ആണ്. അതിൽ തലയിലുള്ള ഹീം എന്ന് പറയുന്ന അയണാണ് അതിന് ആ കളർ കൊടുക്കുന്നത്. ഇതുണ്ടാവുന്നത് മജ്ജയിൽ നിന്നാണ്. അറിയാലോ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, സ്കൂളിലൊക്കെ പഠിച്ചതാണ്. എന്നാലും മറന്നുപോയിണ്ടാവും. നമ്മൾ ജീവിതത്തിലെ പ്രാരബ്ധങ്ങൾക്കിടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മറന്നുപോകും. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണ് കേട്ടോ. ഇതിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഹീമോഗ്ലോബിന്റെ യഥാർത്ഥത്തിലുള്ള സംഭവം എന്തിനു വേണ്ടിയിട്ട് അറിയോ? നമ്മുടെ ഈ ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ ക്യാരി ചെയ്യുന്നത് ശരീരത്തിൽ. അതായത് ലങ്സിന്റെ അടുത്ത് എത്തുന്ന ഹീമോഗ്ലോബിൻ ലങ്സിൽ നിന്ന് ഈ ഓക്സിജനെ എടുത്ത് എന്ത് ചെയ്യും? എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കും അല്ലേ. നമ്മൾ ടൗണിൽ ഓടുന്ന ഓട്ടോറിക്ഷ പോലെയാണ്. ടൗണിൽ ഓടുന്ന ഓട്ടോറിക്ഷ ഇങ്ങനെ അത് നിൽക്കില്ല, പ്രത്യേകിച്ച് ഒരു പേട്ടയൊന്നുമില്ല. അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കുറേ പേര് ഇറങ്ങും, കുറേ പേര് കയറും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ HB, അതായത് ഈ ഹീമോഗ്ലോബിൻ, അതായത് ഹീമോഗ്ലോബിൻ A എന്നുള്ള സ്റ്റാൻഡ് അഡൾട്ട് ആണ്. അഡൾട്ട്സ് ഹീമോഗ്ലോബിനാണ് HbA1 എന്ന് പറയുന്നത്. അതിൽ A1ഉം A2ഉം A3 ഉണ്ട്. അപ്പോൾ അതിന്റെ ഈ അഡൾട്ട് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞുള്ള ഹീമോഗ്ലോബിന്റെ കൂടെയാണ് എന്ത് കയറുക? ഷുഗർ പറ്റിപ്പിടിക്കുക. അതായത് അതിന് പഞ്ചസാരയുടെ ഒരു കൊതിയാണെന്ന് അർത്ഥം. ഈ HbA1 എന്ന് പറയണ അതിന് ഹീമോഗ്ലോബിനിലെ ഈ പ്രോട്ടീൻ മോളിക്യൂളിന് ഈ പഞ്ചസാര കണ്ട അപ്പം അവൻ കയറി പിടിക്കും. ചില ആൾക്കാർ അങ്ങനെയാണ്, നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, എല്ലാവർക്കും പഞ്ചസാര കൊതി ഉണ്ടാവില്ല. അപ്പൊ ഇതിന് പഞ്ചസാര കൊതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഗ്ലൂക്കോസിനെ കയറി പിടിച്ച് അത് വെക്കും, അതിന്റെ കൂട്ടത്തിൽ വെക്കും. അപ്പൊ ഈ HBക്ക് ഹീമോഗ്ലോബിന് 4 മാസം വരെ 120 ദിവസമാണ് ഒരു ഹീമോഗ്ലോബിന്റെ ആയുസ്. അപ്പൊ നമുക്ക് HbA1c നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 4 മാസമായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഗ്ലൂക്കോസ് ഇതുമ പറ്റി പിടിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഹീമോഗ്ലോബിനുമേ. അതിനാണ് ഈ HbA1c നോക്കുന്നത്. അത് 6ന് താഴെ നിർത്തണം. 5.7 എന്ന് ഇപ്പൊ പറയുന്നുണ്ട്. 6ന് താഴെ നിർത്തുന്നതാണ് നല്ലതെന്ന് പറയും. ഇതൊക്കെ പൊതുവായ അറിവിലേക്കാണ്. നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കുമ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് എന്താണ് ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള പ്രമേഹം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണെന്നുള്ളത് മനസ്സിലായി. ടൈപ്പ് 1 എന്നുള്ള പ്രമേഹത്തിന് പ്രത്യേകിച്ച് വേറെ മരുന്നൊന്നുമില്ല. അത് ഒന്നുകിൽ നമ്മുടെ പാൻക്രിയാസ് വളരെ കുറച്ചായിട്ട് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ അത് തീർത്തും അതിൻ്റെ കോശങ്ങൾ തന്നെ അതിനെ ആക്രമിച്ച്, അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയും. അപ്പോൾ അത് ആക്രമിച്ച് അതിൻ്റെ ശക്തിയെ ക്ഷയിച്ചു പോയി. അപ്പോൾ അതിന് ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകും. പണ്ടൊക്കെ കുറേ കുട്ടികൾ അങ്ങനെ മരിച്ചു പോയിരുന്നു, ജന്മനാ തന്നെ ഗ്ലൂക്കോസ് ഇല്ലാതെ, അതായത് ഗ്ലൂക്കോസ് അല്ല ഇൻസുലിൻ ഇല്ലാതെ. അന്ന് അറിയില്ലായിരുന്നു ഇതുകൊണ്ടാണ് കുട്ടികൾ മരിച്ചു പോകണമെന്ന്. ഇപ്പോഴും ഈ ടൈപ്പ് 2 ഡയബറ്റീസ് കുറേ നാൾ കഴിയുമ്പോൾ നമ്മളെ ബോഡി ടൈപ്പ് 1ലേക്ക് മാറും. ഇതിങ്ങനെ ബോഡി പാൻക്രിയാസ് ഇങ്ങനെ ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ശരീരത്തിലേക്ക് ഇത് കയറ്റാൻ പറ്റുന്നില്ല. അപ്പൊ ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയും. ബ്ലഡിൽ ഇൻസുലിൻ്റെ അളവ് കൂടി വരും, അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ എന്താവും?
പതുക്കെ പതുക്കെ ഈ പാൻക്രിയാസിന്റെ ശക്തി ക്ഷയിച്ചു പോകും. അത് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിങ്ങനെ ആവുമ്പോൾ അതിന്റെ ശക്തി നശിച്ചു പോയി അത് ടൈപ്പ് 1 മാറും. അപ്പൊ വീണ്ടും ഇൻസുലിൻ എടുക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ പലപ്പോഴും നമ്മുടെ അപ്പൂപ്പന്മാരും അച്ഛച്ചന്മാരും അമ്മൂമ്മമാരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ ജീവിച്ചിരിക്കുന്നത്, ഇൻസുലിൻ എടുത്തിട്ട് ജീവിച്ചിരിക്കുന്ന കുറെ പേരുണ്ട്, നമ്മുടെ അച്ഛന്മാരും അമ്മമാരൊക്കെ അല്ലേ, പലരും നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. അത് ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞ മഹാ കണ്ടുപിടുത്തം, മോഡേൺ സയൻസിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നായ ഇൻസുലിൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ നമ്മുടെ ജനസംഖ്യ എത്ര വർദ്ധിക്കാൻ കാരണം ജനസംഖ്യയിൽ ഇത്രയ്ക്കധികം പേര് പ്രമേഹ രോഗികളാണ്. ആ പ്രമേഹ രോഗികളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഇൻസുലിൻ ടൈപ്പ് 1 ഡയബറ്റീസിലേക്ക് മാറും എന്ന് പറഞ്ഞല്ലോ. ഈവൻ ടൈപ്പ് 2 ഡയബറ്റീസ് തന്നെ ആദ്യകാലങ്ങളിൽ എന്ത് ചെയ്യും, ഇത് എടുക്കുന്നില്ല, സെൽസ് റെസിസ്റ്റ് ചെയ്യണു. അപ്പൊ കൂടുതൽ നമ്മൾ ഇൻസുലിൻ കൊടുക്കുമ്പോൾ കുറച്ച് കയറും. അപ്പൊ ആ ഘട്ടത്തിലും ഇൻസുലിൻ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള മെറ്റ്ഫോമിൻ എന്നുള്ള ഗുളികയൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ, നിങ്ങളിൽ പലരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്ന് പ്രമേഹത്തിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതെല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു അല്ലേ? ഇനിയിപ്പോൾ ഈ പ്രമേഹം എല്ലാം ഓരോരോ അവയവങ്ങളെ, ലിവറിനെ മാത്രമല്ല പല അവയവങ്ങളെയും ഇത് പതുക്കെ ഇങ്ങനെ സ്ലോ ആയിട്ട് അത് കാർന്ന് തിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രമേഹം വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇതിനിപ്പോൾ പ്രമേഹത്തിന് നമ്മൾ ജീവിതശൈലി രോഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്, ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ. അപ്പൊ നമ്മുടെ ജീവിതശൈലി മാറ്റിയാൽ തന്നെ പ്രമേഹം മാറ്റാൻ പറ്റും എന്നുള്ളതാണ് എല്ലാ പുതിയ പഠനങ്ങളും തെളിയിക്കുന്നത്. അപ്പൊ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇനി അതെങ്ങനെയെന്നുള്ളതാണ് അടുത്തത് നോക്കുക. അപ്പൊ എങ്ങനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകളുടെ വേസ്റ്റ് അളന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞു. എല്ലാവരും അളക്കുക, എന്നിട്ട് നോക്കുക. 80 സ്ത്രീകൾക്കാണെങ്കിൽ 80 താഴെ നിൽക്കണം, പുരുഷന്മാർക്കാണെങ്കിൽ 90 താഴെ നിൽക്കണം. അതല്ലെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ചേഞ്ച് വരുത്തണം. എങ്ങനെ ചേഞ്ച് വരുത്തണം? 2 തരത്തിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാം. ചില ആളുകൾക്ക് ഞാൻ പറയില്ലേ, നമ്മുടെ സാമ്പത്തികാവസ്ഥ അനുസരിച്ചിട്ടാണ് പ്രമേഹ രോഗത്തിനെ മാനേജ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ ഇക്കാലത്ത്. അതായത് പ്രമേഹ രോഗത്തിന് 100% ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇന്നത്തെ ഒരു രീതി എന്താണെന്ന് അറിയോ? ശരിക്കും ചെയ്യേണ്ടതായിട്ടുള്ള രീതി, അതിനെയാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് ഈ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. ഈ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ചോറ്, ചപ്പാത്തി, അതായത് ഗോതമ്പ്, അരി വർഗ്ഗങ്ങളിലെല്ലാത്തിലും, കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെ നിറയെ കാർബോഹൈഡ്രേറ്റ് ആണ്. ചിലതില് കാർബോഹൈഡ്രേറ്റ് ഗ്ലൈസിമിക് ഇൻഡെക്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, ചിലതിൽ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ആയിരിക്കും. അതായത് പെട്ടെന്ന് അതിനെ ഗ്ലൂക്കോസായി മാറാത്ത സ്റ്റാർച്ച്. ചേനയിൽ, ചേമ്പിലൊക്കെ ഉള്ളതിൽ കുറച്ച് റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ആണ്. ഈവൻ നമ്മുടെ ചോറ് തന്നെ പഴഞ്ചോറ് ആക്കുമ്പോൾ അതിൽ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ആവുന്നുണ്ടെന്ന് പറയുന്നു. അത് പെട്ടെന്ന് ചൂടാക്കുമ്പോൾ, അതായത് തണുത്തതിനെ ഇതാക്കുമ്പോൾ. അതിലുള്ള റിസർച്ച് പേപ്പേഴ്സൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, അത്ര സ്ട്രോങ് ഒന്നുമല്ല പറയാൻ തക്കവണ്ണം. അതുകൊണ്ടാണ് അതിന് ഊന്നൽ കൊടുക്കാത്തത്. പിന്നെ മാത്രമല്ല, ചില പ്രത്യേകതര സാധനങ്ങളായിട്ട് ചോറ് മിക്സ് ചെയ്താലും ചോറിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ചോറിനെ മാറ്റാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടും ഇപ്പോൾ പല പഠനങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ പറയും, യൂട്യൂബിലെ ചാനൽസ്, നിങ്ങളൊക്കെ ഈ സ്ത്രീകളൊക്കെ കുക്കിംഗ് ചാനൽസ് കാണുന്നുണ്ടാവും ഇല്ലേ? അതിൽ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ടാവും അല്ലേ? ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ടാവും. അങ്ങനെയാണ് മിക്കതിൻ്റെ ഹെഡിങ് വരിക. അത് കാണുന്നതും നമ്മൾ നോക്കും അല്ലേ? പലതരം ചമ്മന്തികളും കറികളൊക്കെ അങ്ങനെയാണ് വരിക. അങ്ങനെ വന്നാൽ ദയവ് ചെയ്തത് കാണരുത്. കണ്ടു കഴിഞ്ഞാൽ 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ദഹനത്തിന് വേണ്ടിയിട്ടുള്ള എൻസൈംസ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ വായിൽ വെള്ളറക്കില്ലേ, അത് അതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് ഇത് കാണുമ്പോൾ തന്നെ. രണ്ടാമത്തത്, സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആവും. ഭയങ്കര ഉള്ളി, മുളക്, പുളി ഇതൊക്കെ ചേർത്തിട്ടുള്ള സംഗതി ആയിരിക്കും. ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിക്കും അല്ലേ? അപ്പം തന്നെ ഒരു ഭാഗത്ത് ചമ്മന്തി ഉണ്ടാക്കും, ചോറ് കുറവായിരിക്കും ഒന്ന്. അപ്പൊ ചോറിപ്പുറത്ത് അരി വേറെ ഇടും, ഒരു പറ ചോറന്നെ ഉണ്ണുകയും ചെയ്യും. ഈ ഒരു പറ ചോറുണ്ടിട്ടാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഈ അന്നജം കൂടാനുള്ളത്. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനത്തെ വീഡിയോകളുടെ മുകളിൽ ഒരു പറ ചോറുണ്ടാന്ന് കണ്ടാൽ കാണരുത്. പ്രത്യേകിച്ചും ഇന്ന് വയറളന്ന് നോക്കുമ്പോൾ അത് 80 മുകളിലുള്ള ആൾക്കാർ ഇന്ന് തന്നെ സ്കിപ്പ് ചെയ്തോ. അത്ര സാധനങ്ങളൊന്നും കാണരുത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വിശപ്പ് കൂട്ടുന്ന, അതായത് ചില കറികൾ ചോറിൻ്റെ കൂടെ മാത്രമേ പോവുള്ളൂ, ചിലത് ചപ്പാത്തിയുടെ കൂടെ മാത്രമേ പോവുള്ളൂ. അങ്ങനെയാണ് അല്ലേ? ചിലർക്ക് എന്തും പോവും, അത് വേറെ കാര്യം. അത് ചോറിൻ്റെ കൂടെ മാത്രം പോകുന്ന ചില പ്രത്യേക തരം കറികളുണ്ട് ഇല്ലേ? ഉള്ള പുളിങ്കറി, അങ്ങനെയൊക്കെയുള്ള മാമ്പഴ പുളിശ്ശേരി, ഇതൊക്കെ അളവ് കുറയ്ക്കുക. വല്ലപ്പോഴും വെക്കുക വീട്ടിൽ. വെക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് കണ്ടീഷൻ ഉള്ള ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഏറ്റവും കൂടുതൽ റിസർച്ച് നടന്നിട്ടുള്ളതും സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഞാനൊരു സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മരുന്നുകൾ, ഒറ്റമൂലി പ്രയോഗങ്ങളൊക്കെ നമ്മൾ അവസാനം പറയാം. അപ്പൊ അത് ചെയ്യേണ്ടത്, അതിനൊരു ഡയബറ്റിക് പ്ലേറ്റ് എന്നാണ് അതിനറിയപ്പെടുന്നത്. ഒരു പ്ലേറ്റിനെ 4 ആക്കിയിട്ട് ഭാഗിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡയബറ്റിക് പ്ലേറ്റിലേക്ക് മാറണം. ഈ ഡയബറ്റിക് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിനെ 4 ആക്കിയിട്ട് തിരിക്കുക. ആ 4 ആക്കി തിരിച്ചിട്ട് ഒരു ഭാഗം വെജിറ്റബിൾസ്, പരമാവധി പറ്റുകയാണെങ്കിൽ റോ വെജിറ്റബിൾസ് കൊണ്ട് ഒരു ഭാഗം നിറയ്ക്കുക. അടുത്ത 3 പോർഷൻ ഉണ്ട് അല്ലേ, 4ാമത്തെ തുല്യമായിരിക്കണം കേട്ടോ. ഒരു കപ്പ്, ഇവിടെ നമ്മുടെ സരസ്വതിക്ക് അറിയാം, അല്ലെങ്കിൽ ഇവിടെ നമ്മളെ പേഷ്യൻസിനെ നോക്കുന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ അങ്ങനത്തെ ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്. പേഷ്യൻസിന് കൊടുക്കുന്നത് ആ ഫുഡാണ്. നമ്മൾ അതിന് വേണ്ടി ബൗൾസ് മേടിക്കുക. വീട്ടിൽ ബൗൾസ് മേടിച്ചിട്ട് അതിൽ ഇതുപോലെ അതിനെ ഫില്ല് ചെയ്യണം. ആദ്യത്തെ ബൗള് പച്ചയ്ക്ക് പറ്റുകയാണെങ്കിൽ പച്ചയ്ക്ക്, അല്ലെങ്കിൽ പച്ച കഴിക്കാൻ തീരെ ഇഷ്ടമില്ല, സാലഡ്സ് ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് അതിന് ഒരു കുറച്ച് വിനീഗറോ, അതായത് നമ്മുടെ സാധാരണ കള്ളിൽ നിന്നൊക്കെ എടുക്കുന്ന സ്വർക്ക മതി, അല്ലെങ്കിൽ സാധാരണ സ്വർക്ക മതി, അല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനീഗർ ഒന്നും വേണ്ട. വിനീഗറും കുറച്ച് വെള്ളവും ചേർത്ത് വെജിറ്റബിൾസിനെ ഫെർമെന്റ് ചെയ്ത് വയ്ക്കുക. മനസ്സിലായില്ലേ? അതിന് ഉപ്പിലിട്ട് വയ്ക്കുക. പണ്ട് കാലത്ത് ഉപ്പിലിടണ പോലെ തന്നെ ഉപ്പിലിട്ട് വയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളകോ ഇഞ്ചിയോ എന്തൊക്കെ അതിലിടാം. അതിൽ നിന്ന് കുറച്ച് ആദ്യം തന്നെ കഴിക്കുക. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യൂട്രീഷണൽ മെഡിസിനിൽ ആപ്പിൾ സൈഡർ വിനീഗർ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഒഴിച്ച് കുടിച്ചാൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും എന്നുള്ളത് ന്യൂട്രീഷൻ മെഡിസിൻസിൽ കുറേ റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പം ആപ്പിൾ സൈഡർ വിനീഗർ അല്ല, ഏത് വിനീഗറിനും ആ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് വിനീഗറും തിളപ്പിച്ചാറിയ വെള്ളത്തിലും കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടേക്കുക. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിടുക. ആദ്യം ഇതിൽ നിന്ന് കുറച്ച് കഴിക്കുക. അത് ചവച്ചരച്ചരച്ചരച്ച് കഴിക്കുക. അപ്പൊ ആദ്യം എന്താണോ നമ്മുടെ അകത്തേക്ക് വരുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ദഹനരസങ്ങൾ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്ത് പറയും? വന്നക്കണ സാധനത്തില് ഒരു പുളിയുണ്ട്, വെനീഗറൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഇത് പ്രോബയോട്ടിക്കായി മാറി, പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കുമായി, ചിലത് പോസ്റ്റ്ബയോട്ടിക്കായി. ഇതിൻ്റെ ഉള്ളിലിടുന്ന സാധനങ്ങളുടെ പോലെ പിണ്ടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നുറുക്കിയിടാം ഇതിൻ്റെ ഉള്ളിൽ, ഈ ഉപ്പിലിടണേൽ. അപ്പം അതൊക്കെ കോവയ്ക്ക, പിണ്ടി, ഇതൊക്കെ നുറുക്കി ഉപ്പിലിടാം. ബീട്രൂട്ട്, ക്യാരറ്റ് ഒക്കെ ഉപ്പിലിട്ട് വെക്കുമ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഇതിൽ പലതും പ്രീബയോട്ടിക്കാണ്, ചിലത് പ്രോബയോട്ടിക്കാണ്. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ കഴിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇത്തിരി മോരൊഴിക്കാം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നല്ല ബാക്ടീരിയ സമൃദ്ധമായിട്ടുള്ള ഒരു സാലഡ് നമുക്ക് ആദ്യം തന്നെ ഉണ്ടായി. സാലഡ് എന്ന് പറയാൻ പറ്റില്ല, ഉപ്പിലിട്ടതെന്ന് നമുക്ക് പറയാം മലയാളത്തിൽ. അപ്പൊ അതിൽ നിന്ന് 2-3 പീസ് ആദ്യം നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ സിഗ്നൽ കൊടുക്കും. എന്ത് പറയും? ഇതിലൊന്നും കാര്യമായിട്ട് ഷുഗർ ഒന്നും ഇല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ആവശ്യമില്ല, അപ്പൊ ഇൻസുലിൻ്റെ ഒന്നും പ്രൊഡക്ഷൻ വേണ്ട. ആദ്യം തന്നെ വരേണ്ടത് ഇതിലിപ്പോൾ കാർബോഹൈഡ്രേറ്റും ചങ്കും ഒക്കെയാണ്, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബൈൽ ജ്യൂസസ് ഒക്കെ മതി ഇപ്പോൾ, അങ്ങനെ പറഞ്ഞ് ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽസ് വരും. അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഈ വരുന്ന സംഗതികൾക്ക് ആദ്യം എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ദഹനരസങ്ങളെ നമ്മുടെ ശരീരത്തിൽ ആദ്യം ഉത്പാദിപ്പിക്കപ്പെടുള്ളൂ. നേരെ മറിച്ച് ആദ്യം തന്നെ നമ്മൾ ഒരു വലിയൊരുള്ള ചോറങ്ങ് എടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ ബ്രെയിൻ വരുന്നുട്ടാ വലിയൊരുള്ള ചോറ്, കുറെ ഇൻസുലിൻ ഉണ്ടാക്കിക്കോ എന്ന് പറയും അല്ലേ? അങ്ങനെയാണല്ലോ നമ്മുടെ ബോഡി അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാവും ബോഡിയിലുള്ളിൽ. അപ്പൊ അത് വേണ്ട. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം കുറച്ച് ഉപ്പിലിട്ട വെജിറ്റബിൾസ് കഴിക്കുക. രണ്ടാമത് അതിലുള്ള തോരൻ, മെഴുക്ക് പുരട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമല്ലോ, അത് കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കുക. തോരനോ മെഴുക്ക് പുരട്ടിയോ എന്ത് മതി. വീട്ടിൽ 3 സെന്റ് സ്ഥലമുള്ള ആളും ഒരു പപ്പായയും ഒരു മുരിങ്ങയും വെച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളത്. 3 സെന്റ് സ്ഥലം മതി ഒരു പപ്പായയും ഒരു മുരിങ്ങയും നട്ട് വളർത്താൻ. ദിവസേന നമുക്ക് ഭക്ഷണത്തിന്, ഇങ്ങനെയുള്ള ഒരു ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ സൂപ്പായിട്ടും മറ്റുള്ളതായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമത് ഈ തോരൻ, മെഴുക്ക് പുരട്ടി അങ്ങനെയുള്ള സാധനങ്ങളിൽ ഒരു ബൗള്, അത് പതുക്കെ കഴിക്കുക. സ്പൂൺ കൊണ്ട് കഴിക്കുക കേട്ടോ, കൈ കൊണ്ട് കഴിക്കരുത്. കൈ കൊണ്ട് കഴിക്കുമ്പോൾ കൂടുതൽ കഴിക്കാൻ തോന്നും. വളരെ നല്ലതാണ് കൈ കൊണ്ട് കഴിക്കുന്നത്. നമ്മുടെ കയ്യിൽ നല്ല ബാക്ടീരിയ ഉണ്ട്. പക്ഷേ കൈ കൊണ്ട് നമ്മുടെ മലയാളികളുടെ ശീലം എന്താ വെച്ചാൽ, കൈ കൊണ്ട് കഴിക്കുമ്പോൾ കുറേ അധികം കഴിക്കും. നമ്മൾ വലിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ കഴിക്കാനാണ് മലയാളികൾക്ക് ഇഷ്ടം അല്ലേ? ചമ്മന്തിയൊക്കെ കൂട്ടി ഒരു ഉരുള ഉണ്ടാക്കിയിട്ട് ഇത്തിരിയായിട്ട് കഴിക്കാനല്ല ഇഷ്ടം, വായിലിങ്ങനെ നിറച്ചിട്ടിട്ട് കഴിക്കാനാണ് ടേസ്റ്റും. പപ്പടവും ചോറൊക്കെ കൂടി മിക്സ് ചെയ്ത് കഴിച്ചു നോക്ക് അല്ലേ? വലിയൊരു ഉരുള വായിലിട്ട് കഴിക്കണ സുഖം ഒരിക്കലും ഒരു ടീസ്പൂൺ ഇട്ട് കഴിച്ചാൽ കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്പൂൺ കൊണ്ട് തന്നെ കഴിക്കണം. അപ്പൊ അടുത്ത ബൗള് നമ്മൾ തോരൻ അല്ലെങ്കിൽ ഈ മെഴുക്ക് പുരട്ടി അങ്ങനത്തെ കഴിച്ചു, അതും പതുക്കെ കഴിക്കുക. അപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനെ ഉപ്പുരസം, എരിവുരസമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് മോരും വെള്ളം വെച്ചേക്കുക. ആ മോരും വെള്ളം ഇടയ്ക്ക് കുടിക്കാം ഇതിന്റെ കൂടെ. അടുത്തത് എന്താണ്? നമുക്ക് എന്തായാലും ഒരു കറി ഉണ്ടാവും, പരിപ്പ് ചേർത്ത് എന്തെങ്കിലും കറി ഉണ്ടാവും നമുക്ക് വെജിറ്റേറിയൻസ് ആണെങ്കിൽ. നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മീൻകറിയോ അങ്ങനെ പ്രോട്ടീനുള്ള എന്തെങ്കിലും ഒരു കറി ഉണ്ടാവും.
അപ്പൊ അടുത്ത കറി, അതിലെ കഷ്ണമൊക്കെ എടുത്ത് ആദ്യം കഴിക്കുക. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, മീൻ ആണെങ്കിൽ മീൻ, പരിപ്പ്, പയറ്, കടല അതൊക്കെ ആണെങ്കിൽ അത്, അതിന്റെ സാമ്പാറാണെങ്കിൽ അത്, അതിന്റെ സാമ്പാറും കറിയൊക്കെ കഴിക്കുക. അപ്പൊ അവസാനത്തേക്ക് ചോറിലേക്ക് എത്തുമ്പോഴേക്കും എന്താണ്, വിശപ്പൊക്കെ ഏതാണ്ട് മാറിയിട്ടുണ്ടാവും നമുക്ക്, അല്ലേ? അപ്പൊ ആ ചോറ്, ഒരു ബൗള് ചോറ് ആദ്യം എടുത്തു വെക്കുക. അപ്പൊ നമുക്ക് പകുതി കഴിക്കുമ്പോഴേക്കും മതിയായി, വേണ്ടാന്നാവും. അത് മോര് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഇതിലുള്ള ഏത് കറിയെ കൂട്ടിയെന്ന് വെച്ചാൽ അത് കൂട്ടി ഊണ് കഴിച്ച് ബാക്കിയും കൂടി ഈ സംഭാരം, അതായത് കുറച്ച് മോരിൽ കൂടുതൽ വെള്ളവും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടത് അരച്ച് ചേർത്തിട്ടത് അതും കുടിച്ച് അങ്ങ് അവസാനിപ്പിച്ചാൽ വയറ് നിറഞ്ഞിരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, നിങ്ങൾ ഇൻസുലിൻ ഷുഗറിന്റെ ലെവൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും അത് വർദ്ധിക്കൂല. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം ചെന്നിട്ട് ഇവിടെയുള്ള മിക്കവാറും ആൾക്കാർ രാത്രി 3 കഴിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചപ്പാത്തി ആയിരിക്കും. ഇത് ഏത് തന്നെ കഴിക്കുകയാണെങ്കിലും 7 മണിക്ക് മുമ്പായിട്ട് കഴിക്കുക. അതിലും ഇതേ മെത്തേഡ് തന്നെ. ആദ്യം ഏതെങ്കിലും സാലഡ് തൈര് ചേർത്തതോ തേങ്ങ അരച്ചൊഴിച്ചിട്ട് പച്ചടി പോലെ ഉണ്ടാക്കിയതോ അത് ആദ്യം 1 ടീസ്പൂൺ കഴിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ചപ്പാത്തി ആണെങ്കിൽ അത്, ചോറാണെങ്കിൽ അത്, അതിൻ്റെ കറി ആദ്യം കഴിക്കുക. അത് കഴിഞ്ഞ് അവസാനം ചോറിലേക്ക് കൈവയ്ക്കുക. രാത്രി മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അത് കഴിച്ച് കഴിഞ്ഞാൽ 7 മണിക്ക് മുമ്പായിട്ട് കഴിയണം. പിറ്റേ ദിവസം 8 മണിക്ക് ശേഷമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും പാടുള്ളൂ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീരക വെള്ളമോ സാധാരണ വെള്ളം എന്താന്ന് വെച്ചാൽ 2 ഗ്ലാസ് ഇളം ചൂടിൽ അത് കുടിച്ചേക്കുക. 8 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുക. അപ്പൊ എന്താ, ഒരു 13 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കുകയും വേണം. സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രം 8 മണിയോട് കൂടിയിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാം, എല്ലാവർക്കും നിങ്ങൾക്ക് പാകാവാതിരുന്നിരുന്ന എല്ലാ പാൻറ്റും പാകമായി തുടങ്ങും. 2 ആഴ്ച കൊണ്ട് എല്ലാ ചുരിദാറും പാകാവും. നോക്കിക്കോ, അത് വെറുതെ പറയുന്നതല്ല. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാനും ഇവിടെ കുറേ പേരും പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ളതാണ്. 2 ആഴ്ച കൊണ്ട് നമ്മുടെ വയറ് കുറയാൻ തുടങ്ങും. അതിനുശേഷം 1 മാസം കഴിയുമ്പോഴേക്കും വെയിറ്റ് പതുക്കെ കുറയാൻ തുടങ്ങും. അപ്പം ഇതാണ് നമ്മുടെ ഡയബറ്റിക് പ്ലേറ്റ്. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഷുഗർ കയറാതെ, അതായത് ഞാനിപ്പോൾ കാലങ്ങളായിട്ട് ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടല്ല, പ്രീ ഡയബറ്റിക് കണ്ടീഷനിലും അല്ലെങ്കിൽ ഡയബറ്റിക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് ഡയബറ്റീസിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആൾക്കാർ ഒരിക്കലും ഒരു മരുന്നും കഴിക്കണ്ട. നമുക്ക് ധാരാളം മരുന്നുകളുണ്ട് പ്രമേഹത്തിന്, ആയുർവേദത്തിൽ ഇഷ്ടംപോലെ മരുന്നുണ്ട്. അതൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഡയബറ്റിക് പ്ലേറ്റ് എന്ന് പറയുന്ന ഈ സംഗതി മാത്രം ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇൻസുലിൻ ഷുഗർ കൺട്രോൾഡ് ആണ്. 2ാമത്തെ മാസം പോയി ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഓക്കെയാണ്. പിന്നെ ഓക്കെ ആണെന്ന് കണ്ടിട്ട് പിറ്റേ ദിവസം തൊട്ടിട്ട് പഴയതിലേക്ക് പോകരുത് കേട്ടോ. ഒരു പറ ചോറും ഒരിത്തിരി ചമ്മന്തി പറ്റില്ല. ഇതേ സ്റ്റൈല് നിങ്ങൾ ജീവിതകാലം മുഴുവൻ തുടർന്നാൽ ഒരു അസുഖം ഇല്ലാണ്ട് BP കൺട്രോളിൽ വരും. ഈ ഷുഗർ കൺട്രോളിൽ വരുമ്പോൾ എല്ലാം സുഖമായിട്ട് പോകാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡയബറ്റീസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ആദ്യത്തെ മാർഗം. ഇനിയിപ്പോൾ 2ാമത്തെ മാർഗം, അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് ഇത് ഉണ്ടാവണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചില സംഗതികൾക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ മെറ്റ്ഫോർമിന് അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഇപ്പം എല്ലാവരും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതേപോലെ പല ഹെർബ്സിനും ഈ ഒരു കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് ന്യൂട്രീഷണൽ മെഡിസിൻസിൽ പല റിസർച്ച് ചെയ്ത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രൂവ് ചെയ്ത സംഗതികളൊക്കെ തന്നെ കാലങ്ങളായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ 1ാമത്തെ സംഗതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉലുവയാണ്. പിന്നെ കരിഞ്ജീരകമാണ്. ജീരകത്തിന് ആ പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ കാട്ടുജീരകത്തിന് ആ പ്രോപ്പർട്ടി, പല സാധനങ്ങൾക്ക് നമ്മുടെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കേണ്ടത് മാത്രം ഞാൻ പറയാം, മരുന്നുകളല്ലാതെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ 1ാമത്തെ ഭക്ഷണമായിട്ട് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന സംഗതിയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. വെണ്ടയ്ക്കും ഉലുവയും ചേർത്തിട്ടുള്ള പ്രയോഗം. അത് നല്ല റിസൾട്ടാണ്. കുറേ പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് പല അസുഖങ്ങളും അവർക്ക് മാറിപ്പോകുന്നുണ്ട്. വണ്ണം കുറയുന്നത് മാത്രമല്ല, ഇൻസുലിൻ കുറയുന്നത് മാത്രമല്ല, സ്കിന്നൊക്കെ വളരെ നന്നാവും. സ്കിന്നിലുള്ള പാടുകൾ അതൊക്കെ പോവും. ഇത് പിഴിഞ്ഞു കുടിക്കുന്ന സമയത്ത് കുറച്ചെടുത്ത് മുഖത്തൊക്കെ പരട്ടാം. ഗ്ലോ ഒക്കെ വർദ്ധിക്കും. കാരണം തലേ ദിവസം 4 വെണ്ടയ്ക്ക് എടുത്ത് മുറിച്ച് അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉലുവ കഴുകിയതും കൂടിയിട്ടിട്ട് സോക്ക് ചെയ്തിട്ട് വെറും വയറ്റിൽ അത് പിഴിഞ്ഞ് കുടിക്കുക എന്നുള്ളതാണ്. അത് നല്ല റിസൾട്ട് തരും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി. അതായത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും ഈ കോശങ്ങളുടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻസുലിൻ ഗ്ലൂക്കോസ് ആയിട്ട് കയറി കോശങ്ങളുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ കോശം വായ തുറക്കണില്ല, പിടിച്ചിരിക്കുക ചെറിയ കുട്ടികളുടെ പോലെ. മനസ്സിലായില്ലേ? അപ്പം ആ ചില സാധനങ്ങൾ ചെല്ലുമ്പോൾ ഇതങ്ങ് വായ തുറക്കും. അതിനിഷ്ടമുള്ള സാധനങ്ങളായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോനിങ്ങനെ വായ കൂട്ടിപ്പിടിക്കും ഇങ്ങനെ. അപ്പം എന്താ ചെയ്തിരുന്ന വെച്ചാൽ ചോറിൻ്റെ കൂടെ കാണിച്ചാൽ മതി ചില സാധനങ്ങൾ. ബാറ്റ്മാൻ,
അതുപോലെ തന്നെ എന്താണ് അന്ന് യോയോ എന്ന് പറഞ്ഞിട്ടൊരു കളിപ്പാട്ടുണ്ട് പണ്ട്. ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഈ പിടിച്ചിരിക്കുന്ന ആള് അങ്ങനെയാവും, വായ തുറക്കാം, അറിയാണ്ട് തുറന്നു പോണതാ. ചില കുട്ടികൾ ചോക്ലേറ്റ് ഒന്നും കൊടുത്ത് കുട്ടികളെ പ്രലോഭിപ്പിക്കരുത്. പക്ഷെ ചില കുട്ടികൾ അങ്ങനെയാണ്, ആദ്യം ഒരു ചോക്ലേറ്റ് കാണിച്ചാൽ വായ തുറന്ന് ഇത് കഴിച്ചാൽ ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞാൽ കഴിക്കും. അതേപോലെയാണ് നമ്മുടെ കോശങ്ങളും. കോശങ്ങൾക്ക് ഇങ്ങനെ ചില സാധനങ്ങൾ ചെന്ന് അവരറിയാണ്ട് വായ തുറക്കും. അതിലൊന്നാണ് ഈ ഉലുവ പ്രയോഗം. ഇതൊക്കെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താ അറിയോ, എല്ലാ ദിവസവും കൊണ്ട് ചെല്ലുമ്പോൾ ഒരേ ദിവസം എല്ലാ കുട്ടിക്കും എല്ലാ ദിവസവും ഒരേ ചോക്ലേറ്റ്, ഒരു പ്യാരിയുടെ ചോക്ലേറ്റ് എല്ലാ ദിവസവും കാണിച്ചിട്ട് കുട്ടീനെ ചോറ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. 10 ദിവസം കഴിയുമ്പോൾ കുട്ടി പറയാം, ഓ പിന്നെ എനിക്കൊന്നും വേണ്ടതെന്ന് പറയും അല്ലേ, പിന്നെ അടുത്തത് കൊടുക്കണം നമ്മൾ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ പ്രയോഗങ്ങളൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ കോശങ്ങൾ അതിനോട് പ്രതികരിക്കാണ്ടാവും. അത് മടുത്തു അതിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തതിലേക്ക് മാറണം. അപ്പൊ എന്നും വെണ്ടയ്ക്കും ഒലിവയും കഴിച്ചാൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അതിൻ്റെതായിട്ടുള്ള വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒരു 14 തൊട്ട് 20 ദിവസം വരേക്ക് ഒരു മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാറ്റിയേക്കണം, അടുത്തൊരു സാധനത്തിലേക്ക് പിടിക്കണം. അപ്പൊ വീണ്ടും നമുക്ക് ഈ കുട്ടികളാകുന്ന കോശങ്ങളെ പറ്റിക്കാൻ പറ്റും കുറച്ച് നാളും കൂടി. നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ കുട്ടിയുടെ വായ തുറപ്പിക്കാൻ നോക്കുന്നത്, കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഈ കോശത്തിന്റെ വായ തുറപ്പിക്കാൻ നോക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ രീതിയിൽ കണ്ടിട്ട് നമ്മൾ അടുത്തൊരു പ്രയോഗത്തിലേക്ക് മാറണം. അതുപോലെ നമ്മളിവിടെ ധാരാളം പേഷ്യൻസിന് നല്ല റിസൾട്ട് ഉണ്ടാക്കിക്കുന്ന സാധനമാണ് മത്തങ്ങ. അത് മത്തങ്ങ കഴിക്കുമ്പോൾ വെറുതെ പച്ച മത്തങ്ങ, പഴുത്ത മത്തങ്ങ ഒരു പീസ് ഇതുപോലെ തന്നെ ചെറുതായിട്ട് നുറുക്കി ചവച്ചരച്ചരച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ ഇതേ റിസൾട്ട് എല്ലാവരിലും ഒരുപോലെ അല്ല കേട്ടോ. നമുക്കറിയാലോ ആയുർവേദം ആ രീതിയിലാണ് പേഷ്യൻറ്റിന് എടുക്കുന്നത് തന്നെ. പല നമ്മുടെ ചെടികൾക്ക് ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ഭക്ഷണമായിട്ട്, നമ്മളല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഇവിടെ ഈ കേരളത്തിൽ ജീവിക്കുന്ന ആരെങ്കിലുമൊക്കെ മരുന്നായിട്ടും മാത്രമല്ല ഭക്ഷണമായിട്ടും കഴിക്കുന്ന ചില സസ്യങ്ങൾക്ക് ഏറ്റവും നല്ലത് മുക്കൂറ്റിയാണ്. മുക്കൂറ്റി ചമ്മന്തി അരച്ച് കഴിക്കുന്നതാണ്. രസായനമുണ്ട്, ലേഹ്യം ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാവരും കഴിക്കാറുണ്ട്. നമ്മുടെ മുക്കൂറ്റി ലേഹ്യം അറിയാലോ, അലർജിക്കൊക്കെ വളരെ എഫക്റ്റീവാണ്, എല്ലാവർക്കും അറിയാം. ഈ മുക്കൂറ്റിക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള നല്ല ശേഷിയുണ്ട്. അത് ഈ മുക്കുറ്റി വെറുതെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാലും വളരെ സൂക്ഷിക്കണം. പെട്ടെന്ന് ഷുഗർ ലെവൽ അങ്ങ് താഴ്ന്നു പോകും നമ്മുടെ. അത്രയ്ക്ക് എഫക്റ്റാണ്. അതാണ് നമ്മൾ അധികം പേരോട് പറഞ്ഞു കൊടുക്കാത്തത്. അത് മുക്കുറ്റി അരച്ച് പിഴിഞ്ഞ് നീര് സ്ഥിരമായിട്ട് കഴിച്ചാലും മുക്കുറ്റി ഒരെണ്ണെടുത്ത് നന്നായി 3 എണ്ണൊക്കെ എടുത്ത് ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഇത് എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ മുക്കുറ്റിയിലേക്ക് എല്ലാ ഡയബറ്റിക് പേഷ്യൻറ്റും കഴിച്ചോ എന്ന് പറയുന്നത്. അതിൽ മറ്റുള്ള ഇതുകൾ ചക്കരയും തേനും ഒക്കെ ചേരുന്നത് കൊണ്ട് ഇതുപോലെ ഷുഗർ ലെവൽ താഴ്ന്നു പോവില്ല. പക്ഷേ ഷുഗർ മാനേജ് ചെയ്യാൻ, അതായത് രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും നമ്മുടെ മുക്കുറ്റി ലേഹ്യത്തിന് കഴിയും. അത് അലർജിക്ക് മാത്രമല്ല ഈ ഡയബറ്റീസിനും വളരെ നല്ലതാണ്. ഡയബറ്റിക് പേഷ്യൻസിന് ഉണ്ടാകുന്ന ക്ഷീണത്തിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമ്മുടെ മുക്കുറ്റി ലേഹ്യം വാങ്ങിക്കാനല്ല കേട്ടോ പറഞ്ഞത് ആരുടെ അടുത്തും. ഈ മുക്കൂറ്റി നിങ്ങൾ ചതച്ച് വെള്ളത്തിലിട്ട് കുടിച്ചാൽ നല്ല എഫക്റ്റീവാണ്. പെട്ടെന്ന് തന്നെ ഈ ഷുഗർ ലെവൽ താഴാൻ പറ്റും. അപ്പോൾ അതുപോലത്തെ കുറേ ഹെർബ്സ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാത്ത ഹെർബ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതുപോലെ അത് അങ്ങനെ നിൽക്കട്ടെ. പിന്നെ ആയുർവേദത്തിൽ കുറേ അധികം മരുന്നുകളുണ്ട്, നല്ല എഫക്റ്റീവാണ് ഡയബറ്റീസിന്. അതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമുക്കറിയാം ആയുർവേദത്തിലുള്ള മിക്കവാറും കഷായങ്ങളൊക്കെ തന്നെ ഈ കഥകഘതിരാദിയായാലും നിശാകഥകാദിയായാലും എല്ലാ തരം മരുന്നുകളും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുന്നതാണ്. അതിലെ പല ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ള സ്റ്റഡീസ് ന്യൂട്രീഷൻ മെഡിസിൻസിൽ ധാരാളം എടുക്കുന്നുണ്ട്. പബ്മെഡിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഥകത്തിൻ്റെയും ഖദിരത്തിൻ്റെ ഒക്കെ സ്റ്റഡീസ് ഉണ്ട്. അതായത് ഷുഗർ ലെവൽ എങ്ങനെയാണ് അത് കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഉണ്ട്. വീട്ടിൽ ഭക്ഷണം മാനേജ് ചെയ്തിട്ട് ഡയബറ്റിക് പ്ലേറ്റ് കൊണ്ട് എങ്ങനെയാണ് ഷുഗർ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളെ കൊണ്ട് എങ്ങനെയാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുക എന്നുള്ളത് പറഞ്ഞു. പ്രോബയോട്ടിക്കും കൂടിയിട്ട് എങ്ങനെ അകത്തെത്തി വയറിനെ നല്ല സുഖപ്രദമായിട്ട് ഇരുത്താൻ പറ്റും. ഡയബറ്റിക് പേഷ്യൻസിന് ആദ്യം ഉണ്ടാവുന്ന ഒന്നാണ് ഈ കോൺസ്റ്റിപ്പേഷൻ. അത് കുറയ്ക്കുക. അത് നിങ്ങൾ അറിയില്ല, ഈ ഡയബറ്റിക് പ്ലേറ്റിലേക്ക് മാറ്റിയ 2ാമത്തെ ദിവസം തൊട്ട് കോൺസ്റ്റിപ്പേഷൻ മാറി. പിന്നെ ഈ പ്രോബയോട്ടിക് ആയിട്ടുള്ള ആദ്യത്തെ ഞാൻ പറഞ്ഞ ഉപ്പിലിട്ടതും കൂടി കഴിക്കുകയാണെങ്കിൽ 100% അത് നീർക്കെട്ടുകളേ ഇല്ല ശരീരത്തിൽ. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചെയ്തു നോക്കി ഒരാഴ്ച കഴിയുമ്പോഴാണ് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുക. ഇത് നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്നുള്ളത് മനസ്സിലായില്ലേ. ജീവിതശൈലി മാറ്റുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറി മറയും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ അടുത്തത്, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ് ആയി, മരുന്നുകൾ കഴിച്ചു തുടങ്ങി, എന്ത് ചെയ്തിട്ട് ഷുഗർ താഴുന്നില്ല, ഈ വക ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 ഇതും സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചില ടെക്നിക്സ് ഉണ്ട്, ചില എക്സസൈസുകൾ. അത് സയൻറ്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സസൈസാണ് സോളിയസ് പുഷപ്പ് എന്ന് പറയുന്നത്. സോളിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഈ കാഫ് മസിൽ,
ഈ കാഫ് മസിലിന്റെ ഉള്ളിലുള്ള മസിലാണ് സോളിയസ്. ഈ സോളിയസിന് പുഷപ്പ് കൊടുക്കുക. പുഷപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ എക്സസൈസ്. ഇത് ഈ കാലിന് എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് കുറയും എന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പം തന്നെ പബ്മെഡിൽ സെർച്ച് ചെയ്തു സോളിയസ് പുഷപ്പ് എക്സസൈസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം. അപ്പം അതെങ്ങനെ ചെയ്യേണ്ടതെന്നല്ലേ? അത് വളരെ സിമ്പിളാണ്, ഇരുന്നിട്ടും ചെയ്യാം. നിങ്ങളെല്ലാവരും ഇപ്പം ഈ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് കാലിൻ്റെ ഈ കാലിൻ്റെ കാഫ് മസിലില്ലേ, എൻ്റെ കാഫ് മസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ കാല് കാണാൻ പറ്റുന്നില്ലേ? കാല് കാണാൻ പറ്റുന്നില്ലേ? അപ്പം കാല് ഇങ്ങനെ നിന്നിട്ട് ഈ കാലിൻ്റെ വിരലുകളെല്ലാം താഴത്തേക്ക് കാണുന്നുണ്ടോ? താഴത്തമർത്തിയിട്ട് നമ്മുടെ ഉപ്പൂറ്റിയെ മുകളിലേക്ക് പൊക്കുക. ഇതാക്കണ്ടോ? ഇങ്ങനെ ഇറക്കുക, പൊക്കുക, ഇറക്കുക. ഇതാക്കണ്ടോ? ഇതാണ് സോളിയസ് പുഷപ്പ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇരുന്നിട്ടും ചെയ്യാതെ ഇത് ഒരു 100 പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുക. 100 പ്രാവശ്യം ഇത് ചെയ്തിട്ട് നിങ്ങൾ ഒന്നും കൂടി ചെക്ക് ചെയ്യും. 10 പോയിന്റ് അപ്പം താഴ്ന്നുണ്ടാവും. ഡെഫിനറ്റ് ആണ്. അപ്പോൾ ഒരു ദിവസം ഇത് ഒരു 200-300 പ്രാവശ്യം ചെയ്താൽ മതി. ഇരുന്നിട്ടും ചെയ്യാം. വെറുതെ പറയുന്നതല്ല കേട്ടോ, സയന്റിഫിക്കലി പ്രൂവൺ ആണ്. നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്തു നോക്കിയാൽ, നിങ്ങളുടെ വീട്ടിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ആദ്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഈ പറയണ പോലെയല്ല, ഇത് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്ക് കാലൊക്കെ വിറയ്ക്കും നമ്മുടെ. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10 എണ്ണം ചെയ്യുമ്പോൾ കാല് കഴപ്പ് ഇങ്ങനെ 10 എണ്ണം ചെയ്യുമ്പോഴേ 1 2 3 4 5 6 7 8 9 10 എണ്ണം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും 10 25 എണ്ണം 30 എണ്ണം ഒക്കെ. പക്ഷെ ഇങ്ങനെ ചെയ്തിട്ട് കാല് കഴപ്പ് വന്നാൽ അപ്പം എന്ത് ചെയ്യണം? ഇങ്ങനെ ആക്കണം. കണ്ടോ? ഇങ്ങനെ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ആ കഴപ്പ് മാറി. പിന്നെ അടുത്ത 10 എണ്ണം 20 എണ്ണം വീണ്ടും ചെയ്യാം. ഇങ്ങനെ 100-200 പ്രാവശ്യം ചെയ്തു തുടങ്ങിയാൽ 2 കാര്യമുണ്ട്. കാലുകൾക്ക് നല്ല ബലം വരും, മുട്ടുവേദന കുറയും, വെരിക്കോസ് വെയിൻ കുറയും ഇത് ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. പിന്നെ കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നേരെ ഇങ്ങനെയും ചെയ്യാം. അതായത് ഉപ്പൂറ്റി മാത്രം അമർത്തിയിട്ട് വിരലുകളൊക്കെ മുകളിലേക്ക് പൊക്കുകയും താഴ്ത്തുകയും ചെയ്തിട്ടുള്ള അടുത്ത ഈ എക്സസൈസും ചെയ്യാം. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആണെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇത് ദിവസേന ചെയ്യാൻ പറയുക. സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസ് കൊണ്ട് എങ്ങനെ നമ്മുടെ അത് ഷുഗർ ലെവൽ, ഇതിപ്പോൾ ഈ അതിൻ്റെ ഒരു മെക്കാനിസം എങ്ങനെയാണെങ്കിൽ, കാലിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഏറ്റവും അധികം ഈ ഗ്ലൂക്കോസ് എടുക്കുന്ന ഒരു മസിലാണ് കാലിൻ്റെ കാഫ് മസിൽ, ഈ സോളിയസ്. അപ്പോൾ അതിൽ നമ്മൾ പുഷപ്പ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ഇത് ആഗിരണം ചെയ്യും. നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് ഇത് യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഷുഗർ ലെവൽ പെട്ടെന്ന് താഴുന്നത്. പിന്നെ നടക്കുക, സ്ട്രെച്ചിങ്. നടക്കുമ്പോൾ തന്നെ സാധാരണ ഉള്ള പ്രതലത്തിൽ കൂടെ നടക്കാണ്ട് താഴ്ചയും ഉയർച്ചയും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൂടെ ദിവസേന നടക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? പക്ഷേ അതിനൊക്കെ ഒരു ചെറിയ ലെവൽ മാത്രമേ താഴ്ത്താൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇതിന് കൺസിഡറബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അപ്പോൾ ഇത് എല്ലാവരും മനസ്സിലാക്കുക. ഇരുന്നും ചെയ്യാവുന്നതാണ്, നിന്നും ചെയ്യാവുന്നതാണ്, എത്ര വയ്യാത്ത ആളുകൾക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഡയബറ്റീസിന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഡയബറ്റിക് പ്ലേറ്റ് പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ, നിങ്ങൾ മറക്കാതിരിക്കാൻ. ഡയബറ്റിക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ, ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് ഓരോരുത്തരെയും ഇന്ന് തന്നെ കണ്ടെത്തണം. പോയിട്ട് വയറിളക്കുക, അളന്നിട്ട് 80 താഴെയാണെങ്കിൽ നിൽക്കണം, 80 മുകളിലാണെങ്കിൽ അപ്പം മനസ്സിലാക്കിക്കോ പ്രീ ഡയബറ്റിക് കണ്ടീഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കണം. വയറ് കുറയ്ക്കാൻ നോക്കണം. പ്രീ ഡയബറ്റിക് കണ്ടീഷൻ്റെ ഒപ്പം തന്നെ ഈ ഇങ്ങനെ വയറ് കൂടുന്നതോട് കൂടിയിട്ട് എന്ത് വരും? കാലിലൊക്കെ നീര് വരാനും തുടങ്ങും. അപ്പോൾ അത് ഉടനെ നീർക്കെട്ടുകളൊക്കെ തന്നെ മാറുന്നത് നമുക്ക് കാണാം കേട്ടോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരാഴ്ച ചെയ്യുമ്പോൾ. അപ്പോൾ വയറളന്ന് ഉടനെ തന്നെ പ്രീ ഡയബറ്റിക് കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭക്ഷണ രീതി മാറ്റണം. ഞാൻ പറഞ്ഞ പോലെ ഡയബറ്റിക് പ്ലേറ്റിലേക്ക് മാറണം. ആദ്യം കുറച്ച് ഉപ്പിലിട്ടത് കഴിക്കണം. അത് കഴിഞ്ഞ് തോരനോ മെഴുക്കുപുരട്ടിയോ അത് സ്പൂൺ കൊണ്ട് പതുക്കെ പതുക്കെ ചവച്ചരച്ചരച്ച് കഴിക്കണം. വേഗം കഴിച്ചാൽ കുറേ കഴിക്കും നമ്മൾ. പക്ഷേ കുറച്ചധികം നേരം എടുത്ത് കഴിച്ചാലോ കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ. ചവച്ചരച്ചരച്ചരച്ച് പതുക്കെ ഓരോ സ്പൂണായിട്ട് കഴിച്ചു നോക്ക്, വേഗം മതിയാവും നമുക്ക്. കയ്യും നമ്മുടെ ബ്രെയിനും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. അപ്പം കൈ കൊണ്ട് ഉരുട്ടി വായിൽ വെച്ചാൽ നമുക്ക് നിർത്താൻ തോന്നില്ല, പെട്ടെന്ന് നിർത്താൻ തോന്നില്ല. അപ്പം സ്പൂണ് കൊണ്ട് പതുക്കെ പതുക്കെ കഴിച്ച് നമ്മൾ ആദ്യം തോരൻ കഴിക്കണം, മെഴുക്ക് വരട്ടി കഴിക്കണം. പിന്നെ സാമ്പാറാണോ മത്സ്യമാണോ അതാണെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് സ്പൂണ് സൂപ്പ് പോലെ അത് കഴിക്കണം. അവസാനം ചോറിൽ കൈവയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരീശ സംഭാരം കുടിക്കുക.
അവസാനത്തെ ചോറ് നിങ്ങൾക്ക് അതിൽ ഏറ്റവും പ്രിയപ്പെട്ട കറി ഏതാണോ, ഇനിയിപ്പോൾ ചമ്മന്തി നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കുന്ന് അല്ല ഒരു പറ ചോറുണ്ണാനുള്ള ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ചോറിൽ ആ ഒരു ഇത്തിരി ചമ്മന്തി കുഴച്ച് സാറ്റിസ്ഫൈഡ് ആവുക. മനുഷ്യനല്ലേ, നമുക്ക് കുറച്ച് കൊതിയൊക്കെ ഉണ്ടാവില്ലേ ലൈഫിൽ അല്ലേ? അപ്പോൾ കുറച്ച് അതൊന്നും ഒഴിവാക്കരുത്. അപ്പൊ നമ്മൾ ആ ഒരു ആത്മസംതൃപ്തി അടയാൻ വേണ്ടി അവസാനത്തെ ഉരുളയിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചമ്മന്തിയോ അച്ചാറോ എന്താന്ന് വെച്ചാൽ അത് കൂട്ടി ഊണഴിച്ച് കുറച്ച് സംഭാരം കുടിച്ചാൽ വയറും നിറഞ്ഞു, ഈ ഉറക്കം തൂങ്ങലില്ല. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കം തൂങ്ങലാണ് അല്ലേ? ശരീരത്ത് വയറങ്ങ് നിറഞ്ഞിട്ടേ ശരീരത്തിന് ഉള്ള എനർജി മുഴുവനും ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും, അതിനെ ദഹിപ്പിക്കാൻ. അത്രയ്ക്കധികമല്ലേ നമ്മൾ കയറ്റിക്കുന്നത്. നേരെ മറിച്ച് ഈ രീതിയിൽ കഴിച്ചാലുണ്ടല്ലോ പീസ്ഫുൾ ആണ്, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും നമ്മൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള പ്രയോഗങ്ങളൊക്കെ ചെയ്തു നോക്കാവുന്നതാണ്. മാറി മാറി ചെയ്തു നോക്കണം. ശരീരത്തിനെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ കോശങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടിയാണ്, നല്ലതിന് വേണ്ടിയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മരുന്നുകൾ മാറി മാറി ചെയ്യാം. പിന്നെ നമ്മുടെ അടുത്ത് ഇതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ചില മെഡിസിൻസ് ഉണ്ട് ഡയബറ്റീസിന്. അത് ഈ പറഞ്ഞ ചില പ്രധാനപ്പെട്ട ഒറ്റമൂലിക പ്രയോഗങ്ങൾ. നമ്മുടെ മരുന്നുകൾക്കുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതൊന്നും തന്നെ ക്ലാസിക്കൽ ആയുർവേദത്തിൽ പെടുന്ന മരുന്നുകളല്ല. എല്ലാം ഹെർബൽ മെഡിസിൻസ്, അതായത് സിദ്ധവൈദ്യന്മാരും അതുപോലെ ആദിവാസി വൈദ്യന്മാരൊക്കെ തലമുറകളായിട്ട് അവർ പരീക്ഷിച്ച് ഫലം കണ്ട ചില സിദ്ധമരുന്നുകളാണ്. അതിനെ ഒരുമിച്ച് ചേർക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മുടെ മരുന്നുകൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ മില്ലറ്റ്സിനൊക്കെ തന്നെ എല്ലാ മില്ലറ്റ്സിനും ഷുഗർ ലെവലിനെ, എല്ലാ മില്ലറ്റ്സിനല്ല മിക്കവാറും മില്ലറ്റ്സിന് നമ്മളുടെ പ്രീ ഡയബറ്റിക് കണ്ടീഷനെ അല്ലെങ്കിൽ ഡയബറ്റിക് കണ്ടീഷനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നറിയാം. അപ്പോൾ എല്ലാവരും ഒരു നേരമെങ്കിലും പിന്നെ മില്ലറ്റ്സ് ചെറുധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അത് ഉൾപ്പെടുത്തുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ മുമ്പത്തെ വീഡിയോകളൊക്കെ കണ്ടറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് മില്ലറ്റ്സിന് ഏറ്റവും വലിയൊരു ദോഷം, മില്ലറ്റ്സ് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഫൈറ്റിക് ആസിഡ്സ് എന്താണ്, നമ്മുടെയുള്ള മറ്റ് നല്ല വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെ ഒക്കെ അബ്സോർപ്ഷനെ അത് തടസ്സപ്പെടുത്തും. അതുകൊണ്ട് മില്ലറ്റ്സ് കഴിക്കുമ്പോൾ എപ്പോഴും മുളപ്പിച്ച് വെള്ളത്തിൽ കുതിർത്തിട്ട് മുളപ്പിച്ചിട്ട് ഉണക്കി പൊടിച്ചു വയ്ക്കുക. വളരെ രസകരമായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഈ മില്ലറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദോശയായാലും ഇഡ്ഡലി ആയാലും ഉപ്പുമാവുകളായാലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഈ മില്ലറ്റ്സിൻ്റെ ഒരു സമ്മിശ്രണം ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മില്ലറ്റ്സും നട്ട്സും ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മിൽനട്ട്സ് എന്നുള്ളൊരു പ്രോഡക്റ്റ് നമുക്കുണ്ട്. അത് ഇതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനും വെയിറ്റ് ലോസ് ഉദ്ദേശിക്കുന്ന പേഷ്യൻസ്, അതായത് ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അമിതവണ്ണം ഉള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലാണ്ട്, ഇപ്പം ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ പോലും അവർക്ക് സൈഡ് ഇഫക്റ്റ് ആയിട്ട് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ അറിയാലേ, മുടി കൊഴിഞ്ഞു തുടങ്ങും, സ്കിൻ്റെ നാശാവും, നഖം പൊട്ടിപ്പോയി തുടങ്ങും, അങ്ങനെ പല സൈഡ് ഇഫക്ട്സ് വരും. അതായത് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആവശ്യത്തിന് കിട്ടാത്തത് കൊണ്ടാണ് അത് വരുന്നത്. അത്തരം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പോഷക സമൃദ്ധമായി ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ഡയബറ്റീസിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാം, ഒപ്പം തന്നെ വണ്ണം നമുക്ക് കുറയ്ക്കാം. വണ്ണം കുറയ്ക്കല്ല, അമിതവണ്ണത്തിനെയും ദുർമേധസ്സിനെയും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതിനുള്ള മിൽനട്ട്സ് അത് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്നവർക്ക് അത് കഴിക്കാം. അതല്ല, അത് കഴിക്കണ്ട എന്നുള്ളവർക്ക് അവരവരുടെ ഇഷ്ടത്തിന് ഇതുപോലെ മില്ലറ്റ്സ് വാങ്ങിച്ച് കുതിർത്ത് മുളപ്പിച്ച് ഉണക്കി മിക്സ് ചെയ്ത് വെക്കാം. പലതരം മില്ലറ്റ്സ് ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഓരോ തരം മില്ലറ്റ്സ് ഒറ്റയ്ക്ക് വെക്കാം. അതിനെ നമുക്ക് പലതരം പലഹാരങ്ങളായിട്ട് ഉണ്ടാക്കി ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നമ്മൾ അങ്ങനെ ആക്കിയാൽ നമ്മൾക്ക് ഈ കേരളത്തിന് ഇപ്പം ഉണ്ടായിക്കൊണ്ടുന്ന ഒരു വിശേഷണമുണ്ടല്ലോ, അപഖ്യാതി, അല്ലെങ്കിൽ അതായത് ഡയബറ്റീസിന്റെ തലസ്ഥാനം എന്നാണ് ഇപ്പോൾ കേരളം അറിയപ്പെടുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡയബറ്റിക് പ്ലേറ്റ് ഹെൽത്തി ആയിട്ട് ആരോഗ്യകരമായിട്ട് എല്ലാവരും വീട്ടിലെല്ലാവർക്കും അങ്ങനെ ആക്കുക. നിങ്ങൾക്ക് ഒറ്റയ്ക്കല്ല, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതശൈലി മാറ്റുക. അതാത് കാലഘട്ടങ്ങളിൽ നമുക്ക് കിട്ടിയിരുന്ന ചേന, ചേമ്പ്, കാച്ചില് അങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ടൊക്കെ പുഴുക്കുകൾ ഉണ്ടാക്കുക. ഈ പുഴുക്കുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സ്യമോ മാംസമോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അത് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കുക. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അല്ലേ? ഇപ്പം നമുക്ക് എന്താണ്, എല്ലാ നേരവും നല്ല സുഭിക്ഷമായ ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതും അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ്, നമ്മൾ അനാരോഗ്യകരമായ ഭക്ഷണമാണ് മലയാളികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് തന്നെയാണ് ഈ ജീവിതശൈലി രോഗങ്ങൾക്ക്
രോഗങ്ങൾ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് വരാനുള്ള കാര്യം. അപ്പോൾ എല്ലാവരും കിണഞ്ഞ് പരിശ്രമിച്ചാൽ ഈ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ 7 മണിക്ക് മുമ്പായിട്ട് രാത്രി ഭക്ഷണം കഴിച്ചിരിക്കണം. രാത്രിയിൽ പരമാവധി ചോറ്, ഗോതമ്പ് ഒഴിവാക്കിയിട്ട് മില്ലറ്റ്സ് കൊണ്ടുള്ള എന്തെങ്കിലും ഭക്ഷണം, അതിൻ്റെ കൂടെ കുറച്ചധികം കറികളും ഒക്കെ ആയിട്ട് രാത്രി ഭക്ഷണം കഴിക്കുകയും രാവിലെ 8 മണിക്ക് ശേഷം മാത്രം ഇതുപോലെ ഭക്ഷണം കഴിക്കുകയും, ഒപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ എന്ത് കാണണം, നമ്മൾ ആദ്യം കൈ വെക്കേണ്ടത് എപ്പോഴും വെജിറ്റബിൾസിലേക്ക് ആവണം. ശരീരത്തിനോട് കുറേയധികം കാർബോഹൈഡ്രേറ്റ് ഇതാ വരുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാതെ ആദ്യം തന്നെ വെജിറ്റബിൾസിൻ്റെ എന്താ കറി, എന്താ സൂപ്പ്, എന്താ തോരൻ, മെഴുക്കുവരട്ടി, അവിയൽ, ഇങ്ങനെയുള്ള സംഗതികൾ ആദ്യം കഴിക്കുക. അതിനുശേഷം മാത്രം നമ്മൾ മെയിൻ കോഴ്സായിട്ടുള്ള ചോറിലേക്ക് കിടക്കുക. അത് 1 കപ്പ് ചോറിൽ കൂടുതൽ ആരും കഴിക്കരുത്. 4 പേര് ഒരു വീട്ടിലുണ്ടെങ്കിൽ 1 ഗ്ലാസ് കൂടുതൽ അരി വെക്കേണ്ട ആവശ്യമില്ല. അത്രേ ആവശ്യമുള്ളൂ മനുഷ്യന്. ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഈ കഴിക്കുന്ന ബാക്കിയുള്ള എല്ലാ സാധനങ്ങളിൽ നിന്നും വരും. അപ്പോൾ നമ്മൾ ചോദിക്കും, അയ്യോ ഈ പാവപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യുന്നു? അതിനാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ഈ പറഞ്ഞ പോലെ മില്ലറ്റ്സ് വാങ്ങിക്കുക, അതിൻ്റെ കൂടെ പയറ്, പരിപ്പ്, കടല അങ്ങനെയുള്ള പയറ് വർഗ്ഗങ്ങളൊക്കെ കൂടി ചേർത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം. ചോറ് കുറച്ചും അതിൻ്റെ കൂടെ ഇതുപോലെയുള്ള പച്ചക്കറികൾ, വളരെ വില കുറഞ്ഞ പച്ചക്കറികൾ കിട്ടാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 3 സെൻറ്റുള്ള ഒരാൾക്കും ഒരു പപ്പായയും ഒരു മുരിങ്ങയും വെക്കാമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മുരിങ്ങയിലയും പരിപ്പും കൂടിയിട്ട് ഒരു കറി വെച്ചാൽ, സൂപ്പ് പോലെ ആദ്യം 2 ബൗൾ അത് കഴിച്ചാൽ വയറ് നിറഞ്ഞു. ബാക്കിയുള്ളത് ഗ്യാസും ഫില്ല് ചെയ്യും. പരിപ്പും മുരിങ്ങയിലൊക്കെ കഴിച്ചു കഴിഞ്ഞാലേ അപ്പോൾ പിന്നെ ഒരു വിശപ്പുണ്ടാവില്ല. മനസ്സിലായില്ലേ? അതുപോലെ ചക്കക്കാലത്ത് ചക്കക്കുരുവൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. അത് വളരെ നല്ല ഭക്ഷണമാണ്. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ചക്കക്കുരുവൊക്കെ കഴിച്ചാൽ നിങ്ങൾക്കറിയാലോ, കുറച്ച് കഴിച്ചാൽ മതി, ബാക്കി വയറിൽ ഗ്യാസ് വന്നോളൂ. ഞാൻ പറയണ പോലെ വെറുതെ അല്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം ഉണ്ടല്ലോ, ഉപ്പിലിട്ടതുണ്ടല്ലോ, പ്രോബയോട്ടിക്, നമ്മുടെ ആ സംഗതി പ്രീബയോട്ടിക്. അത് പ്രോബയോട്ടിക് ഉണ്ട്, പ്രീബയോട്ടിക് 2 മിക്സ് ചെയ്തിട്ടാണ് നമ്മളെ ഉപ്പിലിട്ടത് ഉണ്ടാക്കുന്നത്. ആ സംഗതികൾ കഴിച്ചാൽ തന്നെ പിന്നെ ഈ ചക്കക്കുരു ഒന്നും കഴിച്ചാൽ ഒരു ഗ്യാസ് ഉണ്ടാവില്ല കേട്ടോ. അത് വേറെ കാര്യം ആണോ? ആ ശരി. അല്ല, അപ്പൊ അവർ ഉപ്പില്ലാണ്ട് ഇട്ട് വെച്ചോ, അതില് ഇട്ട് വയ്ക്കാം. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ഈ BP ഉള്ള ആളുകൾക്കുണ്ടല്ലോ, ഈ ഉപ്പിലിട്ടത് ഇട്ട് വയ്ക്കുമ്പോൾ അതിൽ വെളുത്തുള്ളിയും കാന്താരി മുളകും ഈക്വൽ പ്രപ്പോർഷനിൽ എടുക്കുക. അതായത് 1 ഗ്ലാസ് വെളുത്തുള്ളി എടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് കാന്താരി മുളക് എടുക്കുക. വലിയ വെളുത്തുള്ളി ഇപ്പം വാങ്ങിക്കാൻ കിട്ടുക, അത് എടുക്കരുത്, അതിന് ഗുണം കുറവാണ്. ചെറിയ വെളുത്തുള്ളി എടുക്കുക, സമമായിട്ട് എടുക്കുക. അതിൽ സുർക്ക ഒഴിച്ചു വയ്ക്കുക, വിനാഗിരി ഒഴിച്ചു വയ്ക്കുക. കള്ളിൻ്റെ സുർക്കയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അതിൽ തിളപ്പിച്ചാറിയ വെള്ളവും അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടി മിക്സ് ചെയ്ത് വയ്ക്കുക. BP കുറയും. ആദ്യം ഇപ്പോൾ BP പേഷ്യൻസ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഉരുള കഴിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു 2 കാന്താരി മുളകും ഒരു 2 വെളുത്തുള്ളിയും കൂടി ഞെരടി ആദ്യത്തെ ഉരുളയിൽ ചേർത്തിട്ട് വിഴുങ്ങുക. കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ മണമൊക്കെ പ്രശ്നമില്ലാത്തവർക്ക് അങ്ങനെ കഴിക്കാം. അങ്ങനെ ഉപ്പ് ചേർക്കാണ്ട് അങ്ങനെ കഴിച്ചാൽ BP കുറയും. ഒന്ന് നോക്കിക്കോ, പരീക്ഷിച്ച് നോക്കിക്കോ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആയുർവേദത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം ജനഹൃദയങ്ങളിൽ എല്ലാ കാലത്തും ഉണ്ടാവും. അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ? ആയുർവേദത്തിന് ലോകം മുഴുവൻ ആയുർവേദം ഉണ്ടായിരുന്നു, ഭാരതത്തിൽ മാത്രമല്ല. ആയുർവേദം എന്ന് പറഞ്ഞാൽ ആയുസ്സിൻ്റെ വേദം എന്ന് മാത്രമേ അതിനെ അർത്ഥാക്കണ്ടുള്ളൂ. നമ്മളിപ്പോൾ BA MS-ൻ്റെയോ അതിൻ്റെ ആ ഡിഗ്രിയുടെ ചട്ടക്കൂടിൽ നിൽക്കുന്നതൊന്നുമല്ല ആയുർവേദം. അത് നമുക്ക് ഇവിടെ ഡോക്ടേഴ്സിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ളൊരു രീതിയിലേക്കാക്കി മാറ്റിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും തദ്ദേശവാസികൾക്ക് അവരുടേതായിട്ടുള്ള മരുന്നുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ അമേരിക്കയിൽ ചെന്നാലും ഓസ്ട്രേലിയയിൽ ചെന്നാലും ജർമ്മനിയിൽ ചെന്നാലും അവിടെയൊക്കെ പാരമ്പര്യമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ഹെർബ്സും ഉണ്ട് പലതരം അസുഖങ്ങൾക്ക്. കാരണം ഈ മോഡേൺ മെഡിസിൻ വന്നിട്ട് 200 കൊല്ലമല്ലേ ഉള്ളൂ. അതിനു മുമ്പും ആൾക്കാരുണ്ട്, എല്ലാതരം അസുഖങ്ങളുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ പുഴുക്കടികളും അലർജികളും അപകടങ്ങളൊക്കെ ഒന്നുണ്ടായിരുന്നു. കാറുകൊണ്ടും ബസ്സുകൊണ്ടും ട്രെയിൻ കൊണ്ടല്ല അപകടമല്ല, വിമാനാപകടമല്ല, മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട്, കാളവണ്ടിയിൽ നിന്ന് വീണിട്ട്, മൃഗങ്ങൾ കുത്തിയിട്ട്, അങ്ങനെയൊക്കെ പണ്ട് കാലത്ത് അങ്ങനെ പലതരത്തിലുള്ള അപകടങ്ങൾ പണ്ടുണ്ടായിരുന്നു. പലതരം സാംക്രമിക രോഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ ഒരു പരിധിവരെ ചെറുത്ത് നിർത്താൻ പറ്റുന്ന തദ്ദേശീയമായിട്ടുള്ള ഇതുപോലുള്ള മരുന്നുകൾ ഓരോരോ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ആയുസ്സിൻ്റെ വേദം തന്നെയാണ്. ആയുസ്സിനെ കുറിച്ചിട്ടുള്ള അറിവാണ് ആയുർവേദം അല്ലേ? ചരകത്തിൽ എന്താ പറഞ്ഞേക്കണേ? സുഖത്തിനും ദുഃഖത്തിനും ആയുസ്സിനും ഹിതവും അഹിതവുമായിട്ടുള്ളത് എന്തൊക്കെയാണോ, അത് എവിടെയൊക്കെ അതിൻ്റെ അളവ്, മാനം, അത് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതാണ് ആയുർവേദം. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദിവാസികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും പാരമ്പര്യ വൈദ്യന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ഇപ്പോഴത്തെ ഈ മോഡേൺ മെഡിസിനും ഹോമിയോപ്പതിയും എല്ലാം ആയുസ്സിൻ്റെ വേദം തന്നെ അല്ലേ? ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൻ്റെ നമ്മളുടെ പ്രാഥമികമായിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാലോ, തദർത്ഥകാരികളുണ്ട്,
എപ്പോഴും നമ്മൾ ഹേതു വിപരീതവും വ്യാധി വിപരീതവും മാത്രമല്ല, തദർത്ഥകാരികളുണ്ട്. അതാണ് ഹോമിയോപ്പതി. അങ്ങനത്തെ പല മരുന്നുകളും ആയുർവേദത്തിലുണ്ട് ഇല്ലേ? അപ്പൊ അതുപോലെ ഇതിനെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ മോഡേൺ മെഡിസിനിൽ ഏതാണ്ട് ഒരു 58% ഔഷധങ്ങൾ ഇതുപോലെ തദ്ദേശീയമായ ഹെർബൽ മെഡിസിൻസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിന്റെ ബേസ് അതായത് അല്ലാതെ പെട്ടെന്നിരിക്കുമ്പോൾ ഒരാൾക്ക് ഇങ്ങനെ ഒരു മനസ്സിലൊരു ലെഡ് പൊട്ടി എന്നുള്ള പോലെ ബ്രെയിനിൽ ഒരു ലെഡ് പൊട്ടിയിട്ടൊന്നല്ല മോഡേൺ മെഡിസിൻസ് ഉണ്ടായിട്ടുള്ളത്. എല്ലാം തദ്ദേശീയമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്ന പലതരം ഹെർബ്സിനെ അതെടുത്ത് അതിനെ ഒരു റിഡക്ഷനിസ്റ്റ് പ്രിൻസിപ്പിളിൽ അതിനെ ഏറ്റവും ചുരുക്കി കൊണ്ടുവന്ന് അതിലേത് മോളിക്യൂളാണ് ഈ അസുഖത്തിന് ഇഫക്റ്റീവ് ആവണമെന്നുള്ളത് കണ്ടെത്തി അതിനെ പ്രയോഗിക്കുന്നതാണ് എന്താണ് മോഡേൺ മെഡിസിൻ. നമ്മുടെ മുക്കുറ്റിലേഹ്യത്തിന് ഭയങ്കര റിസൾട്ടാണ് അലർജിക്ക്. ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത് നമ്മൾ അവസാനം അതിൽ ഏത് കോമ്പൗണ്ടാണ്, ഏത് ആക്റ്റീവ് പ്രിൻസിപ്പിളാണ് ഇതിനെ ഈ അലർജിക്ക് അഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കണേ എന്നുള്ളത് നമ്മൾ ഗവേഷണം ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞാൽ ആ മോളിക്യൂളിനെ വേർതിരിച്ചെടുത്ത് അത് പ്രയോഗിക്കാൻ തുടങ്ങും. അപ്പൊ പറയും മുക്കുറ്റി ഒറ്റയ്ക്കായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ലിവർ പോവും, കിഡ്നി പോവും. അതൊക്കെ ശരിയല്ല. അങ്ങനെ പറയുന്നതിനൊന്നും ഒരു ശരിക്കും പറഞ്ഞാൽ സയന്റിഫിക് ബേസിസ് ഇല്ല. നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ഒരാൾ പോലും ഒരസുഖം വന്നിട്ട് ആദ്യം ഇവിടെ വന്നിട്ടില്ല. എല്ലാ രംഗത്തും പരാജയപ്പെട്ടതിന് ശേഷം മാത്രമാണ് അവരിങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്നിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു 80% ഗുണമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം ഇതിൻ്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെടില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരം ഹെർബ്സിൽ നിന്നൊക്കെ തന്നെ ഭാവിയിൽ വലിയ വലിയ മോഡേൺ മെഡിസിൻസ് ഉണ്ടായി വരാം. വെണ്ടയ്ക്കും ഉലുവയും കഴിക്കുമ്പോൾ പല ആളുകൾക്കും അതോടുകൂടി നോർമലായി പോകുന്നുണ്ട് കേട്ടോ ഷുഗർ. വേറെ ഒരു മരുന്നും വേണ്ടാണ്ട്. ഇതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഡയബറ്റിസിന് ഒരു ഡയബറ്റിക് ഡ്രിങ്ക് ഉണ്ട്, നമുക്ക് വളരെ എഫക്റ്റീവാണ്. മെക്കുൺ G1 ഉണ്ട്, മെക്കുൺ G2 ഉണ്ട്, 2 മരുന്നുണ്ട്. ഇത് 3 നമ്മൾ അവിടെ എടുത്തു വെച്ചിട്ട് പറയുന്നത് നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഫലപ്രദമായില്ലെങ്കിൽ മാത്രമേ നിങ്ങളിത് കഴിക്കണ്ടൂ. നിങ്ങൾക്ക് ആദ്യം ചെയ്തു നോക്കാവുന്നതാണ് ഈ വെണ്ടയ്ക്ക് മുലുവിട്ടിട്ടുള്ള വെള്ളം. രണ്ടാമത് അതുപോലെ തന്നെ അതിലേറെ എഫക്റ്റീവാണ് മുക്കുറ്റിയിട്ട വെള്ളം. അതല്ലെങ്കിൽ കരിഞ്ജീരകവും ജീരകവും അയമോദകവും കൂടിയിട്ട് വെറുതെ വറുത്ത് പൊടിച്ചു വെക്കുക. അത് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുടിച്ചാലും ഇതേ എഫക്റ്റ് ഉണ്ട്. വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് മാത്രം നല്ല എഫക്റ്റ് കിട്ടും. കൊത്തമരക്കയില്ലേ, കൊത്തമരക്ക കൊണ്ട് നല്ല എഫക്റ്റീവാണ്. കോവയ്ക്ക നല്ല എഫക്റ്റീവാണ്. രാവിലെ തന്നെ കോവയ്ക്ക അതിൻ്റെ കൂടെ കരിഞ്ജീരകം ചേർത്ത് ഭയങ്കര എഫക്റ്റീവാണ്. കോവയ്ക്ക എല്ലാ കടകളിലും കിട്ടുന്നതാണ്. ഒരു 4 കോവയ്ക്ക, ഒരു കരിഞ്ജീരകം ആദ്യം തന്നെ ഒന്ന് ചൂടാക്കി പൊടിച്ചു വയ്ക്കുക. ഒരു നുള്ളു കരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ട് കോവയ്ക്ക ജ്യൂസ് അടിക്കുക. അരിക്കണ്ട. അത് രാവിലെ ഒരു ഗ്ലാസ് കഴിച്ചാൽ കൂളാണ്. പിന്നെ അന്നത്തെ ദിവസം പിന്നെ പിറ്റേ ദിവസം വീണ്ടും കഴിക്കണം കേട്ടോ. എന്നാലും അതാത് ദിവസം പറ്റും. ഒരു 14 ദിവസം കഴിക്കാം, അത് നിർത്തുക, തിരിച്ച് വീണ്ടും ഇപ്പുറത്തെ പ്രയോഗത്തിലേക്ക് വരിക. അങ്ങനെ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ കോശങ്ങളെ പ്രലോഭിപ്പിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഒരു 15 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാർ വീണ്ടും വായ പൊത്തി തുടങ്ങും. അത് ഇഷ്ടമില്ല. അപ്പോൾ അടുത്ത സാധനം കൊണ്ടുവരണം. അപ്പോൾ വീണ്ടും നമുക്ക് ഈ വെണ്ടയ്ക്ക് ഉലുവയും കൊണ്ട് അത് മറന്നുണ്ടാവും. 14 ദിവസം മുമ്പത്തെ കേസ് മറന്നുണ്ടാവും. അപ്പോൾ വീണ്ടും വായ തുറക്കും. അപ്പോൾ ഒരു 14 ദിവസം അങ്ങനെ പോകും. അങ്ങനെ മാറ്റി മറിച്ച്. അതിൻ്റെ ഒപ്പം ഞാൻ ഈ പറഞ്ഞ സോളിയസ് പുഷപ്പ് എക്സസൈസ് ചെയ്യുക. ഏറ്റവും എളുപ്പമായതുകൊണ്ടാണ് അത് പറയുന്നത്. കുറേ തരം എക്സസൈസുകൾക്ക് ഈ ഗുണമുണ്ട്. പക്ഷേ സോളിയസ് പുഷപ്പ് എളുപ്പമാണ്, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ബാക്കിലേക്ക് നടക്കുന്നതും വളരെ എഫക്റ്റീവാണ്. അറിയാലോ അല്ലേ ആളുകൾ, ബാക്കിലേക്ക് നടക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ, ഇപ്പം ഇങ്ങനെ ക്ലാസ് എടുക്കാനൊക്കെ നടക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ ക്ലാസ് എടുക്കില്ല, നമ്മൾ വീട്ടിലൊക്കെ അങ്ങനെ നടക്കുമ്പോൾ കുറച്ച്, ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൻ്റെ അവിടേക്ക് വരെ എത്തി, ഫ്രിഡ്ജിൽ നിന്ന് സാധനം എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോയി, അപ്പോൾ തിരിച്ച് നമ്മൾ അടുപ്പിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ നടക്കണം. അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സ്പീഡിൽ നടക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഫ്രണ്ടിലത്തെ വിരലുകൾ ആദ്യം ഊന്നിയിട്ട് വേണം നടക്കാൻ. അത് ഡയബറ്റിക് പേഷ്യൻസിന് ഭയങ്കര ഗുണം ചെയ്യും. അത് പ്രത്യേകിച്ചും ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ള ആളുകൾക്ക്, കാലിനൊക്കെ തരിപ്പുള്ള ആളുകൾക്ക് ഇത് നല്ല റിസൾട്ടാണ്. ഈ കാലിലെ വിരലുകൾ ഊന്നിയിട്ടല്ലേ നമ്മൾ നടക്കുന്നത്, ഇങ്ങനെ നടക്കുക. ഇത് ഒരു ദിവസം ഒരു 100 സ്റ്റെപ്പ് നമ്മൾ സ്പീഡിൽ, ആദ്യം ഞാൻ നടക്കണ പോലെ നിങ്ങൾക്ക് നടക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സ്പീഡിൽ 100 സ്റ്റെപ്പ് അങ്ങോട്ട് 100 സ്റ്റെപ്പ് ഇങ്ങോട്ട് നടക്കാം. അതും നല്ല എഫക്റ്റീവാണ്. പിന്നെ പല യോഗ ആസനങ്ങളും ഇഫക്റ്റീവാണ്. ഇപ്പം അതെല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഏറ്റവും എളുപ്പ വഴിയാണല്ലോ നമുക്ക് എപ്പോഴും നല്ലത്. ഇത് കുളിക്കുമ്പോൾ ചെയ്താൽ മതി. നമ്മൾ ലിംഫാറ്റിക് ബ്ലോക്കേജിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, അതിൽ കുളിക്കുമ്പോൾ നമ്മൾ ലിംഫാറ്റിക് മസാജ് ചെയ്യാനുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അതേപോലെ പ്രമേഹ രോഗികൾക്ക് കുളിക്കുമ്പോൾ ഈ സോപ്പ് തേക്കുമ്പോഴൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കാം. സോപ്പ് തേക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാം. സുഖല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് അതിനുവേണ്ടി സമയം കണ്ടെത്തണ്ട. കൂവളം ഒരു ചട്ടിയിൽ നട്ടുപിടിപ്പിക്കുക.
അതിൻ്റെ ഒരു 3 ഇല വെച്ച് ചവച്ചരച്ച് കഴിക്കുന്നത് പലർക്കും നല്ല റിസൾട്ടാണ് വെറും വയറ്റിൽ. ഒരു കുരുമുളകിൻ്റെ മണി വെച്ചിട്ട് കൂവളത്തിൻ്റെ ഒരു 3 ഇല പറഞ്ഞാൽ ഒരെണ്ണത്തിൽ 3 എണ്ണം, അങ്ങനെ 9 ഇല എടുക്കുക. ആദ്യം 3 എണ്ണം മതി, അതിൽ 1 മണി കുരുമുളക് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ അടച്ചിട്ട് ചവച്ചരച്ചരച്ച് കഴിച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസിന് ഭയങ്കര റിസൾട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഭാവിയിൽ ഇതിൽ നിന്നൊക്കെയുള്ള ആക്റ്റീവ് പ്രിൻസിപ്പിൾ വേർതിരിച്ചെടുക്കുമ്പോഴാണ് മെറ്റ്ഫോമിൻ്റെ 10 ഇരട്ടി ഇഫക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് വരും ഭാവിയിൽ. ചിലപ്പോൾ ഇതിനൊക്കെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കറിയില്ല. പബ്ലിഷ് ചെയ്ത് പുറത്തേക്ക് വന്ന് അതൊരു മെഡിസിൻ ആയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ കാലം കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ അതൊക്കെ വന്നിട്ട് ഞാൻ കഴിക്കാം, ഇപ്പോൾ എനിക്ക് ഇങ്ങനെ പച്ചമരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാൽ കഴിക്കേണ്ടി വരില്ല, ഈ ജന്മം കഴിക്കേണ്ടി വരില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? എന്താണ് പ്രമേഹം? മോഡേൺ മെഡിസിനിൽ എന്താണ് പ്രമേഹം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ആയുർവേദത്തിൽ എങ്ങനെയാണ് പ്രമേഹം എന്ന് പറഞ്ഞു. അത് ബ്രീഫായിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിൽ എങ്ങനെയാണ് നമ്മൾ പ്രമേഹം ഉണ്ടാകുന്നത്, അതിനെങ്ങനെ നമ്മൾ റീഡ് ചെയ്യാം പേപ്പർ, എങ്ങനെയാണ് ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എങ്ങനെ നിങ്ങൾക്ക് അളക്കാം എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? എല്ലാവരും ഇന്ന് എന്നിട്ട് ടേപ്പ് എടുത്തിട്ട് അളന്നോട്ടോ, വയറളന്നോ, എന്നിട്ട് നോക്കിക്കോ. എന്നിട്ട് അതുണ്ടെന്ന് പറഞ്ഞാൽ നാളെ മുതൽ, നാളെ ഇന്ന് എന്നല്ല, വേണമെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ജീവിതശൈലി അങ്ങ് മാറ്റിക്കോ. രക്ഷപ്പെട്ടു എന്നർത്ഥം. മനസ്സിലായില്ലേ? ഒരു ക്ലാസ്സിൽ 1 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ജീവിതമാണ് രക്ഷപ്പെടണം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ അളന്നു കഴിഞ്ഞ് നിങ്ങൾ ജീവിതശൈലി അങ്ങ് മാറ്റി ഡയബറ്റിക് പ്ലേറ്റിലേക്ക് നിങ്ങൾ മാറി. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്സും, ഇപ്പോൾ ദോശ ഇഡ്ഡലിനൊക്കെ പോസ്റ്റ് ബയോട്ടിക് എന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം അതിലുള്ള ഹെൽത്തി ബാക്ടീരിയ ഒക്കെ പുഴുങ്ങി കഴിയുമ്പോൾ ചത്തുപോകുമല്ലോ. പക്ഷേ ഈ അരീനെയും ഉഴുന്നിനെയൊക്കെ ഇത് പുളിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉള്ള പല വൈറ്റമിൻസും മിനറൽസിനെയൊക്കെ ഈ ബാക്ടീരിയ റിലീസ് ചെയ്യും, ഫെർമെൻ്റ് ചെയ്ത് പൊന്തുമല്ലോ. നമ്മളത് ദോശ ഇഡ്ഡലി ആക്കുമ്പോൾ ബാക്ടീരിയ ഒക്കെ ചത്തുപോകും, പക്ഷേ ബാക്ടീരിയ ഉണ്ടാക്കി വെച്ചിരിക്കണ കുറേ വൈറ്റമിൻസും മിനറൽസൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് അത് പോസ്റ്റ് ബയോട്ടിക്കാണ് നമ്മുടെ ദോശ ഇഡ്ഡലിയൊക്കെ. അപ്പോൾ അതെല്ലാം അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണത്തിലേക്ക് മാറുക. പയറ്, കടല, മുതിരയൊക്കെ മുളപ്പിച്ച് കുട്ടികൾക്ക് അത് ധാരാളമായിട്ട് കൊടുക്കാൻ ശീലിക്കുക. ധാരാളം എന്ന് പറയുമ്പോൾ 1/2 കിലോ 1 കിലോ ഒരുമിച്ച് കൊടുക്കാനല്ല. ഇപ്പോൾ ഒരു ടീസ്പൂൺ എടുക്കുമ്പോഴേക്കും മതി 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 എന്ന് പറയും അല്ലേ? അതില്ലാതെ അവർ ഒരളവ്, ഒരു 50 ഗ്രാമെങ്കിലും ഒരു ദിവസം കഴിക്കുന്ന രീതിയിലേക്ക് മാറ്റുക. അത് ആദ്യം തന്നെ അത് കഴിപ്പിച്ചിട്ട് അടുത്തതിലേക്ക് മാറ്റുക. അപ്പോൾ ആദ്യം അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിലുണ്ടാക്കി കൊടുക്കുക. ഈ പുഴുക്കുകളും പിന്നെ മെഴുക്ക് വരട്ടി, തോരനൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ. ഇനിയിപ്പോൾ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണ്, മുട്ട കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ കൂടെയൊക്കെ മുട്ട മിക്സ് ചെയ്ത് കൊടുക്കുക. തോരനുകളും പയറ്, പരിപ്പ് ഇങ്ങനത്തെ കൂടെയൊക്കെ മുട്ടയൊക്കെ പൊരിച്ച് ചേർത്തിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഓംലെറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഓംലെറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ടേസ്റ്റ് അവരുടെ രീതിക്ക് അനുസരിച്ച് മാറ്റി പല പരീക്ഷണങ്ങളും ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു തലമുറ, നമ്മുടെ ഈ തലമുറ നമ്മുടെ കുട്ടികളെയെങ്കിലും ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയിലേക്ക് മാറ്റി കേരളത്തിൻ്റെ പ്രമേഹത്തിൻ്റെ തലസ്ഥാനം എന്നുള്ള ദുഷ്പേര് മാറ്റിയെടുക്കാൻ കെൽപ്പുള്ളവരാക്കട്ടെ. അങ്ങനെ ആക്കും എന്നുള്ള പ്രതീക്ഷയിൽ സന്തോഷമായിട്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി കേട്ടിരുന്നതിന്.